കേൾക്കാൻ പറ്റുന്നുണ്ടോ? താങ്ക് യു. പ്രത്യേകിച്ച് എന്നെ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ അഭിഷിക്തൻ പാസ്റ്റർ ജോസി, എൻ്റെ കുടുംബം, അതുപോലെ എന്നെ കണക്ട് ചെയ്ത എൻ്റെ ബ്രദർ സന്തോഷ്, മറ്റ് കുടുംബാംഗങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. ഞാൻ മുഖവരെ ഒന്നും ദീർഘമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വെയിറ്റിംഗിന്റെ സീസൺ കഴിഞ്ഞിരിക്കുക. നോ മോർ വെയിറ്റിംഗ്. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ പറയാൻ പറയുന്നു. നിങ്ങളുടെ വെയിറ്റിംഗിന്റെ സീസൺ കഴിഞ്ഞിരിക്കുക. നോ മോർ വെയിറ്റിംഗ്. പുറപ്പെടുക. അങ്ങനെ ഒരു ആലോചനയാണ് ഇന്ന് ഹോളി സ്പിരിറ്റ് എൻ്റെ അകത്ത് തന്നത്. പ്രത്യേകിച്ച് ജോസി പാസ്റ്റർ ഈ ചില പ്രൊഫറ്റിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായ ഡെപ്ത് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റി. സൂര്യനും ചന്ദ്രനും സ്തോത്രം കാണാത്ത ഏതാണ്ട് 14 ദിനരാത്രങ്ങൾ, പക്ഷെ ഒരു ദ്വീപിലേക്ക് തന്നെ അടുപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. ഭയങ്കര പ്രൊഫറ്റിക്കൽ മേഖലകളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് തുറന്നു വരുന്നത്. ഇതിൻ്റെ അകത്ത് ഒത്തിരി പ്രവാചകന്മാരെ ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നു. ഭയങ്കരമായ പ്രൊഫറ്റിക്കൽ പ്ലാറ്റ്ഫോം ആണെന്ന് ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നു. ഒത്തിരി പ്രവാചകന്മാരെ ഹോളി സ്പിരിറ്റിൻ്റെ അകത്ത് കണക്ട് ചെയ്യുന്നു. ആരോടൊക്കെയോ കർത്താവിന്റെ ആത്മാവ് ഇന്നത് ഈ ജോസി എന്ന് പറയുന്ന ഈ ദൈവ മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ രാവിലെ കണക്ട് ചെയ്തു, പക്ഷെ ഞാൻ ഐ എം സീക്കിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. പക്ഷെ എൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒത്തിരി പ്രവാചകന്മാർ എഴുന്നേക്കുന്ന ഒരു പ്രൊഫറ്റിക്കൽ മേഖലയാണ്. ഏലിയാവിൽ നിന്ന് ഏലീഷയിലേക്കും അത് യേഹൂവിലേക്കും ഒക്കെ കൈമാറിയതുപോലെ ഒരു ഭയങ്കര പുതപ്പിന്റെ പ്രവാചകന്മാരുടെ ഒരു പ്രൊഫറ്റിക്കൽ മേഖല ഈ ദൈവദാസന്റെ മേൽ ഞാൻ ആത്മാവിൽ കാണുന്നു. ഇതിൻ്റെ അകത്ത് ഒത്തിരി പ്രവാചകന്മാരുണ്ടെന്ന് എനിക്ക് ആത്മാവിൽ സെൻസ് ചെയ്യാൻ പറ്റും. ഒരു ഭയങ്കര പ്രൊഫറ്റിക്കൽ പ്ലാറ്റ്ഫോമായി ഈ കാലഘട്ടത്തിൽ ദൈവം തീർന്നു. ദൈവദാസൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ അകത്ത് ഭയങ്കരമായ ആത്മനിയോഗങ്ങൾ ഞാൻ സെൻസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമ്മള് സൂമിലായിരിക്കാം, പല ദേശത്തിലായിരിക്കാം, പക്ഷെ ഇന്ന് പകൽ ഇന്ന് രാത്രി ഒത്തിരി പരിമിതികൾ ഉണ്ടെങ്കിലും നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദത്തെ നിങ്ങൾ പിടിച്ചോണം. എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് പൗലോസ് പ്രാർത്ഥിക്കുക. വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ അത് വ്യാപരിക്കും. നമ്മൾ ആരെയും വിമർശിക്കേണ്ട, നമ്മൾ വിവേചിക്കുക. നമ്മൾ ഒരു ആലോചന കേൾക്കുമ്പോൾ, ഒരു ദൈവ മനുഷ്യനെ കാണുമ്പോൾ, ഒരു ദൈവിക ദൂത് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം വിവേചിക്കുക. വിമർശിക്കരുത്, വിവേചിക്കുക. വിമർശനം നമുക്കുള്ളതല്ല, അത് ദൈവമാണ് അത് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. സ്തോത്രം. ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ അഭിഷക്തൻ ജോസി പാസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അകത്ത് ഭയങ്കരമായ കരച്ചിൽ വരിക. എനിക്കറിയുന്നില്ല, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഈ വീടുകളിലൊക്കെ ഇരുന്ന് ഒരുപക്ഷെ വാഹനത്തിൽ ഇരിക്കുകയായിരിക്കാം, വീട്ടിലായിരിക്കാം, എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഭയങ്കരമായ പൊട്ടിക്കരയുന്ന ഒരു അനുഭവം, കരച്ചിലുകൾ, നിലവിളിയുടെ ഒരു അനുഭവം പരിശുദ്ധാത്മാവ് ഭയങ്കരമായ മാനിഫെസ്റ്റേഷൻ പലരുടെ ലൈഫിൽ ചെയ്യാൻ പോവുകയാണ്. ജോൺ വെസ്ലി എന്ന് പറയുന്ന ദൈവമനുഷ്യനെ നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും. ജോൺ വെസ്ലി കുതിരപ്പുറത്ത് 55,000 മൈലുകൾ സഞ്ചരിച്ച് കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിപ്പിച്ച ഒരു ദൈവദാസന ജോൺ വെസ്ലിയുടെ മീറ്റിംഗില് ജോൺ വെസ്ലി അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ല. ആളുകളൊക്കെ മരത്തിന്റെ ചില്ലുകളിലും ബിൽഡിങ്ങിന്റെ മുകളിലും വീടിന്റെ മുകളിലും ഒക്കെ കയറിയിരിക്കും. ജോൺ വെസ്ലി മെസ്സേജ് പറയാൻ കയറുമ്പോൾ അവരെല്ലാം താഴെ ഇറക്കും. കാരണം കുറ്റബോധം കൊണ്ട്, പാപബോധം കൊണ്ട് ആളുകൾ പൊട്ടിക്കരഞ്ഞ് അവിടുന്ന് താഴെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജോൺ വെസ്ലി കയറുമ്പോൾ എല്ലാവരും താഴെ ഇറക്കും. അതുപോലെ അങ്ങനെ ഒരു മൂവ് ഞാൻ ഇതിന്റെ അകത്ത് കാണുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കും. ഞാനത് ഭയങ്കരമായിട്ട് സെൻസ് ചെയ്യുന്നു. അലറി കരയുന്ന ഒരു മേഖല, പൊട്ടിക്കരയുന്ന, വാവിട്ട് കരയുന്ന ഒരു റിവൈവൽ, അതിന്റെ എന്തോ ഒരു ആരംഭം ഇന്ന് ഇതിലൂടെ തുറക്കപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ആത്മാവിൽ സെൻസ് ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ നിങ്ങൾ കരയാൻ തോന്നുന്നു, നിങ്ങൾ പിടിച്ചു നിർത്തുക, നിങ്ങൾ പൊട്ടിക്കണം, കരഞ്ഞോണം, നിങ്ങൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്തോണം, ടങ്സിൽ മൂവ് ചെയ്തോണം. ഹോളി ഗോസ്റ്റ് നിങ്ങളുടെ മുറിയിലേക്ക് ഇന്ന് പകൽ ഒരു
എന്നാ പറയണ്ടേ, മുഴുവാടത്തമായി ഇന്ന് പകൽ നിങ്ങളെ ഇറങ്ങി തൊടുന്ന മേഖലയൊക്കെ ഞാൻ ആത്മാവിൽ കാണുന്നു. സാംബാസ് തിരുവല്ല എന്ന് ശുശ്രൂഷിക്കുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുറിയിൽ വന്ന് നിങ്ങളെ സ്പർശിച്ച് നിങ്ങളെ തൊടുന്ന ഒരു എൻകൗണ്ടർ ഇന്ന് രാത്രിയിൽ ചിലർക്ക് ഉണ്ടാകാൻ പോവുകയാണ്. ഞാനത് ആത്മാവിൽ പൂർണ്ണമായിട്ട് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് കരയാനൊക്കെ തോന്നുമെങ്കിൽ അങ്ങ് പൊട്ടി കരഞ്ഞോണം, അന്യഭാഷയിൽ കരഞ്ഞോണം. ആർക്കെങ്കിലും വൊമിറ്റിംഗ് സെൻസേഷൻ, ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രീച്ച് ചെയ്യുമ്പോൾ എല്ലാം അകത്തുനിന്ന് സാധനങ്ങളെല്ലാം പൊട്ടിപ്പോകും. ആളുകളുടെ അകത്തുനിന്ന് പൊട്ടട്ട യേശുവിന്റെ നാമത്തിൽ, ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകും. I command in Jesus mighty name. ബ്രഖാസെറ്റോണിയ, ലെക്കറ്റിനിയ, അങ്ങനെയുള്ള ഉദരത്തിലുള്ള അങ്ങനെയുള്ള മേഖലകൾ അഴിഞ്ഞു മാറട്ടെ. വൊമിറ്റിംഗ് വരുന്നെങ്കിൽ നിങ്ങൾ ഒന്നും പിടിച്ചു നിർത്തരുത്. പരിശുദ്ധാത്മാവ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹോളി ഗോസ്റ്റ് അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള വലിയ ദൈവപ്രവൃത്തികൾ ഈ സോൺ പ്ലാറ്റ്ഫോമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ അകത്ത് നൽകിയ ഒരു വചനം ഞാൻ ഒന്ന് പ്രാരംഭമായിട്ട് നിങ്ങളെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നോ, ആത്മാവിൽ ഒന്ന് പ്രതികരിച്ചോണം കേട്ടോ. ആത്മാവിൽ പ്രതികരിച്ചോ. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ മൂവ് ചെയ്യുന്ന ഒരു അസാധാരണമായ ഒരു പകർച്ചയ്ക്കകത്ത് നിൽക്കുക. ഞാൻ അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് ഇപ്പൊ കൂടുതൽ കണക്ട് ചെയ്യുകയും അങ്ങനെയുള്ള മേഖലയിലാണ് എന്നെ കർത്താവ് കൂടുതൽ കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു വചനം കേൾക്കാനായിട്ടിരിക്കരുത്, അതിനപ്പുറമായി നിങ്ങൾ ചിലത് സ്വീകരിക്കാനിരിക്കണം. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹോളി ഗോസ്റ്റ് നിങ്ങളെ തൊടുകയും ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ ആരെയൊക്കെയോ, എനിക്കറിയാമല്ല ആരൊക്കെയോ നിങ്ങളെയൊക്കെ കർത്താവ് തൊടുന്നതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സെൻസ് ചെയ്യുന്നു. പരിശുദ്ധാത്മ നിങ്ങളെ സ്പർശിക്കും. അതുകൊണ്ട് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, ടങ്സിലൊക്കെ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നോണം. ഈ കുഞ്ഞുങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദൂതന്മാർ നിങ്ങളുടെ മുമ്പിൽ ഏഞ്ചൽസ് ഒക്കെ ഇറങ്ങി വരാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ മിനിസ്റ്റർ ചെയ്യുമ്പോഴെല്ലാം ദൂതന്മാർ ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളെ 7, 8, 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് തൊടുക. ഈ ദിവസങ്ങളിൽ പോകുന്നുള്ളതെല്ലാം കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഫ്രീസ് ആവുക, ഇങ്ങനെ ഷിവർ ചെയ്യുക, ഗ്ലോറി ഇറങ്ങി വന്നിട്ട്. കാരണം കുഞ്ഞുങ്ങളുടെ മേൽ പ്രത്യേകമായ പെട്ടെന്ന് അവരുടെ മേൽ ഒരു സാന്നിധ്യം വരും. കാരണം അവർ നിഷ്കളങ്കരാണ്, അവർ അധികം പാപം ചെയ്തിട്ടില്ല. പാപത്തിന്റെ മേഖലയിൽ അവരെ തിരിച്ചറിയുന്നേ ഉള്ളൂ. പക്ഷെ ഈ നമ്മുടെ മേലൊക്കെ ഇറങ്ങുന്നതിന്റെ ഒരു 10 ഇരട്ടി ഗ്ലോറി ആയിരിക്കും കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് തരുന്നത്. ഏഞ്ചൽസിനെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കാണും. ദൂതന്മാരുമായിട്ട് ചില എൻകൗണ്ടർ ഉണ്ടാകും. ഇന്ന് രാത്രിയിൽ ജോലിയുടെ മേഖലകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ഓപ്പണിങ്ങിന് വേണ്ടിയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, അങ്ങനെയുള്ള ദൂതനുമായിട്ട് ഇന്ന് രാത്രി നിങ്ങളെ എൻകൗണ്ടർ ഉണ്ടാകും. അങ്ങനെയുള്ള ദൂതന്മാരുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുക. അങ്ങനെയുള്ള ഞാൻ ഇന്നലെ ചർച്ചിൽ ശുശ്രൂഷിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് അകത്ത് കയറി വന്നൊരു ഭാഗമാണ്. പൗലോസ് ദർശനത്തിൽ മക്കദോനിയക്കാരനായ ഒരു പുരുഷനെ കാണുക. ഇത് പറയാം, വലുതും വിശാലമായിട്ടൊരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക. ഇത് ഒരു ദൂതനാ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഒരു ദൂതൻ വന്നു. മക്കദോനിയ പുരുഷൻ എന്ന് പറയുന്നെങ്കിലും ഈ മക്കദോനിയ രാജ്യത്തെ തുറക്കുന്ന ഒരു ദൂതനുണ്ട്. ഓരോ രാജ്യങ്ങൾക്കും ഓരോ ദൂതന്മാരെ പരിശുദ്ധാത്മാവ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ആ ദൂതൻ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പൗലോസിന്റെ മുമ്പിൽ രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാം, നിനക്ക് വേണ്ടി വലുതും വിശാലമായിട്ടൊരു വാതിൽ തുറന്നിരിക്കുക. ചില ദൂതന്മാരുമായിട്ട് നിങ്ങൾക്ക് എൻകൗണ്ടർ ഉണ്ടാകാൻ പോവാം. ഇത് രാത്രി ഞാൻ ഈ സൂമിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇതിന്റെ പാസ്വേഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രയർ എന്നാണ്. PRAYER. ഈ പ്രയർ എന്ന് പറഞ്ഞ താക്കോലിട്ട ഇത് തുറന്ന ഈ സൂം പ്ലാറ്റ്ഫോം, അത് എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ്. കാരണം ഒത്തിരി സൂമിലൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നെങ്കിലും പല പേരുകളാണ്, നെയിം ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്. പക്ഷെ ഇതൊരു ഭയങ്കര വ്യത്യസ്തമാണ്. ഈ പ്രയർ എന്നുള്ളൊരു പാസ്വേഡ് ഇട്ടത് കീറുത്. ഞാൻ പറയാം, നിങ്ങളുടെ പ്ലാറ്റ്ഫോം തുറക്കപ്പെടുന്നത്, നിങ്ങളുടെ ശുശ്രൂഷകൾ തുറക്കപ്പെടുന്നത്, അഭിഷേകം തുറക്കപ്പെടുന്നത്, നിങ്ങളുടെ മുന്നോട്ടുള്ള ഡോറുകൾ ഓപ്പൺ ആകുന്നത് പ്രയർ എന്നുള്ള ചാവിയിലൂടെയാണ്. നിങ്ങൾ അതിൻ്റെ അകത്ത് എൻ്റർ ആയിരിക്കുക. എന്നോട് ഹോളി ഗോസ്റ്റ് അങ്ങനെ സംസാരിക്കാൻ പറയുന്നു. ചില ഡോറുകൾ ഇന്ന് രാത്രിയിൽ ഹോളി സ്പിരിറ്റ് തുറക്കാൻ പോവുക. ദൂതനുമായിട്ട് നിങ്ങൾക്ക് ചില എൻകൗണ്ടർ ഉണ്ടാകാൻ പോവാം. എനിക്കറിയാമല്ല, വർഷങ്ങളായിട്ട്, നാളുകളായിട്ട്, മാസങ്ങളായിട്ട് കാത്തിരിക്കുന്ന, പ്രാർത്ഥിച്ചിരിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ദൂതനിറങ്ങി. മക്കദോനിയിൽ നിന്ന് വന്ന ദൂതനിറങ്ങി പൗലോസിനോട് നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്ന് ഇട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത പറഞ്ഞ് പൗലോസിനെ അവിടേക്ക് ക്ഷണിച്ചതുപോലെ ഞാൻ പറയാം, നിനക്ക് വേണ്ടി ചില ദൂതന്മാർ ഇന്ന് രാത്രിയിൽ ഇറങ്ങുകയാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചോ. കുഞ്ഞുങ്ങളെ കർത്താവ് ഇന്ന് രാത്രിയിൽ തൊട്ടോണ്ടിരിക്കുകയാണ്. ഈ സൂം പ്ലാറ്റ്ഫോമിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ചകൾ ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നു. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, യഹോവയുടെ ആത്മാവിനാൽ. ശെരുബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതവാൻ
യേശുവിന്റെ നാമത്തിൽ അത് സമഭൂമിയാകാൻ ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ചില ഡോറുകൾ പരിശുദ്ധാത്മ തുറക്കുന്നു, ചില തടസ്സങ്ങൾ ഇന്ന് രാത്രി തുറക്കുക. ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ഈ വചനത്തെ നിങ്ങൾ സ്വീകരിച്ചോ. ഇന്ന് രാത്രിയിൽ വലിയ കാര്യങ്ങൾ, വലിയ മാനിഫെസ്റ്റേഷനുകളിൽ ഇന്ന് രാത്രിയിൽ സ്പിരിറ്റ് വേൾഡിൽ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ അകത്ത് നൽകിയ ഒരു വചനം നമുക്കൊന്ന് അല്പമായിട്ടൊന്ന് ചിന്തിച്ച് നമുക്ക് വീണ്ടും ആ കർത്താവ് എങ്ങനെ നയിക്കുന്നു. എനിക്ക് 10 മണി വരെയുള്ള സമയമാണ് തന്നിരിക്കുന്നത്. ഞാൻ പറയാം, ഇതൊരു വലിയൊരു പ്രൊഫറ്റിക്കൽ മൂവ് ആയിട്ട് നിങ്ങളുടെ സൂം പ്ലാറ്റ്ഫോം മാറാൻ പോവുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഇതിന്റെ അകത്ത് കയറിയവരെല്ലാം ദൈവ പദ്ധതികൾക്കകത്ത് വന്നവരാ. ഇതിന്റെ അകത്ത് ദൈവഹിതമില്ലാത്ത ഒരൊറ്റ ഒരാൾ പോലും കയറിയിട്ടില്ല. ഇതിന്റെ അകത്ത് ദൈവഹിതമുള്ളവരെല്ലാം ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളുടെ വെയിറ്റിംഗിന്റെ സീസൺ കഴിഞ്ഞിരിക്കുക. എന്നോട് ഇന്ന് രാത്രിയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മ പറയുക, യുവർ വെയിറ്റിംഗ് ഈസ് ഓവർ. നിങ്ങളുടെ മേലുള്ള പുതിയ സീസണുകൾ ആരംഭിക്കാൻ പോവുകയാണ്. പുതിയ സീസണുകൾ ആരംഭിക്കാൻ പോവുകയാണ്. എനിക്ക് അതുമായിട്ട് കണക്ട് ചെയ്തൊരു വേർഡാണ് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് തന്നത്. ഇഫ് യു ഹാവ് എ ബൈബിൾ, യു ക്യാൻ ടേൺ യുവർ attention to the book of Isaiah. യെശയ്യാവിന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം, അതിന്റെ 18-19 വാക്യം ഞാനങ്ങ് വായിക്കാം. The book of Isaiah chapter 43 verse 18 and 19. യെശയ്യാവിന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം, അതിന്റെ 18-19 വാക്യങ്ങൾ നിങ്ങളോട് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കാൻ പറയുന്ന ഒരു വചനമാണ്. എന്നിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 18-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. എന്നോടൊന്ന് ചേർന്ന് പറയാമോ? മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു. 19-ാമത്തെ വാക്യം, അതിപ്പോൾ ഉത്ഭവിക്കും. എപ്പോഴാണ്? ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിപ്പോൾ തന്നെ ഉത്ഭവിക്കുക. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു ആത്മാവിൽ ഒരു നിയോഗത്തിൽ ഞാൻ കാര്യം പറയാം. സ്പിരിച്വൽ വേൾഡിൽ നിങ്ങളുടെ സീസൺ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. മേജർ ഷിഫ്റ്റിംഗ് ഇന്ന് രാത്രിയിൽ ഭയങ്കര മേജർ ഷിഫ്റ്റിങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭൗതിക മണ്ഡലത്തിലും നിങ്ങളുടെ ആത്മീയ മണ്ഡലത്തിലും ഈ ദിവസങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോവാം. ചിലരുടെ ലൈഫിൽ നാളെ രാവിലെ മുതൽ അത് വെളിപ്പെട്ട് വരും. പക്ഷെ ഇന്ന് രാത്രിയിൽ ഒരു ആത്മ മണ്ഡലത്തിന്റെ അകത്ത് ഭയങ്കരമായ സ്പിരിച്വൽ ക്ലൈമറ്റുകൾ മാറുക. സ്പിരിച്വൽ എന്ന് പറയേണ്ട മേഖലകൾക്കകത്ത് ഒരു ഭയങ്കര ഷിഫ്റ്റിംഗ് ഇന്ന് രാത്രി സംഭവിക്കും. ഇന്ന് രാത്രി മുഴുവൻ സംഭവിക്കുക. ഈ ഇസ്രായേൽ മക്കൾ ഈ ചെങ്കടൽ കടന്നു വരുന്നതിന് മുമ്പേ അതിനകത്ത് ഒരു പദമുണ്ട്. അന്ന് രാത്രി മുഴുവനും കിഴക്കൻ കാറ്റടിച്ചെന്നാ പറയുന്നത്. അന്ന് രാത്രി മുഴുവനും എന്ന് പറയുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഒരു ഭയങ്കര ഷിഫ്റ്റിംഗ് സംഭവിക്കാൻ പോകും. ഇന്ന് രാത്രിയിൽ നിയോഗത്തിലേക്ക് കയറി പ്രാർത്ഥിച്ചോണം കണ്ടു. ഇന്ന് രാത്രിയിലൊക്കെ എനിക്കറിയാൻ പറ്റില്ല, ചില അന്റിമാരോടൊക്കെ കർത്താവ് ആത്മാവ് പറയും, ഇന്ന് രാത്രിയിലൊക്കെ മണിക്കൂറിൽ നിന്ന് ഇരുന്നോണം. ഇന്ന് രാത്രി എന്തൊക്കെയോ ഷിഫ്റ്റിങ്ങൾ നിങ്ങളുടെ മേൽ കർത്താവ് പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ഇരിക്കുന്നവരോട് ഇന്ന് രാത്രി ഭയങ്കരമായ ഷിഫ്റ്റിങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കുകയാണ്. നിങ്ങൾ മണിക്കൂറുകൾ ഇന്ന് രാത്രി കയറിക്കോണം. 1, 2, 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു ഭയങ്കര മേജർ ഷിഫ്റ്റിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ കയറിക്കോണം. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചോണം. 1 മണിക്കും 2 മണിക്കും 4 മണിക്കും 3 മണിക്കും ഒക്കെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ കയറിക്കോണം. ഇന്ന് രാത്രിയിൽ ഭയങ്കര മേജർ ഷിഫ്റ്റുകൾ, മേജർ സീസണുകൾ ഇന്ന് രാത്രിയിൽ സ്പിരിച്വൽ വെള്ളത്തിൽ ഓപ്പൺ ആവുക. സ്പിരിറ്റ് വേൾഡിൽ അത് ഓപ്പൺ ആകുക. ഈ ദിവസങ്ങളിൽ അത് നിങ്ങളുടെ ലൈഫിൽ അത് വെളിപ്പെട്ട് വരാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കണ്ടോ, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. യെശയ്യാവ് 43-ന്റെ 18-19 വാക്യം, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? ഞാൻ പറയാം പ്രിയപ്പെട്ടവരുടെ, നിങ്ങളുടെ സീസൺ ഇന്ന് രാത്രി ചേഞ്ച് ആകാൻ പോവാം. ഇന്ന് രാത്രി ഞാൻ പ്രൊഫറ്റിക്കൽ ഒരു കാര്യം പറയാം, നിങ്ങളുടെ സീസൺ ചേഞ്ച് ആകാൻ പോവാം. തിരുവല്ല എന്ന് സാംബാസ് പറഞ്ഞുകൊണ്ടല്ല, കാരണം സാംബാസിന്റെ ആ സീസണില്ല കർത്താവ് ഇങ്ങോട്ട് അയച്ചത്. ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനിന്ന് രാത്രി പറഞ്ഞുകൊണ്ടല്ല ദൂത് നിറവേറാൻ പോകുന്നത്. ആ ടൈമിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടിട്ടത് കൊണ്ടും എന്റെ നാവിലൂടെ പറയിപ്പിച്ചത് കൊണ്ടുമാണ് അത് ഓപ്പൺ ആകുന്നത്. കാരണം ആ സീസണുമായിട്ട് നമ്മൾ കണക്ട് ആണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഓപ്പൺ ആകുന്നത്. അതുകൊണ്ട് പറയുന്ന പാസ്റ്ററിനോ
ഈ മീറ്റിംഗ് നടത്തുന്ന ആർക്കും ഒന്നും പുകഴുവാനോ പ്രശംസിപ്പാനൊന്നും എല്ലാ മഹത്വവും കർത്താവിനുള്ളതാണ്. ഓൾ ദ ഗ്ലോറി ഓണർ ടു ജീസസ് ഉള്ളു. എല്ലാ മഹത്വവും യേശുവിനുള്ളതാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ഇന്ന് രാത്രി പറയട്ടെ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ അത് ഉത്ഭവിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ അത് അറിയുന്നില്ലയോ ഇന്ന് രാത്രിയിൽ നിങ്ങൾ അത് അറിയണം. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുന്ന സീസൺ, ഞാൻ എൻ്റെ ലൈഫിൽ എന്റെ സ്പിരിറ്റിൽ എന്റെ ലൈഫിൽ പരിശുദ്ധാത്മാവ് ഒരു സീസണുകളെ തുറക്കുന്നു എന്ന് എനിക്ക് ആത്മാവ് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നിങ്ങൾ ആ മേഖലയിലേക്ക് ഇന്ന് രാത്രി കയറി വരണം. നിങ്ങൾ ആ ഏരിയയിലേക്ക് നിങ്ങൾ കയറി വരണം. ഞാനൊരു കാര്യം പറയാം, സീസണുകൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. സീസണുകൾ നഷ്ടപ്പെടുത്തിയാൽ എന്നാ കുഴപ്പമെന്നറിയാമോ? നമുക്ക് സമയങ്ങൾ വീണ്ടും കാത്തിരിക്കേണ്ടി വരും. ഒരു നല്ലൊരു ഉദാഹരണമാണ്, പഴയ നിയമത്തിന്റെ അതൊരു നല്ല ഉദാഹരണമാണ്. ഇസ്രായേൽ മക്കള് ഈ കാദേശിൽ വന്നു. കാദേശ് എന്ന് പറയുന്നത് ഈ വാഗ്ദത്തത്തിലേക്കുള്ള കവാടമാണ്. ആവർത്തന പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് ഈ കാദേശിൽ നിന്ന് ഈ വാഗ്ദത്ത കനാലിലേക്ക് പോകാൻ വേണ്ടി ഏതാണ്ട് ഈ 14 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞ് 20 ദിവസത്തിന് താഴെ കൊണ്ട് നമുക്ക് കനാലിലെത്താം. അപ്പൊ ഈ കാദേശ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വാഗ്ദത്തത്തിലേക്കുള്ള കവാടമാണ്. ഇറ്റ്സ് എ ഡോർ, ഇറ്റ്സ് എൻ എൻട്രൻസ് ടു ദ പ്രോമിസിംഗ് ലൈഫ്. അവിടുന്ന് ഒരു 2 ചൂട്ട് നടന്നു കഴിഞ്ഞാൽ കനാലിലെത്തും, വാഗ്ദത്തത്തിലേക്ക് എത്തും. ഇവര് ഈ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 വർഷമായപ്പോൾ ഈ കാദേശിൽ വന്നപ്പോൾ എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവിടെ കണ്ട അനാക്യ മല്ലന്മാരെയും അവിടുത്തെ മല്ലന്മാരെയും ഒക്കെ കണ്ട് അവർ ഭയപ്പെട്ട് എന്ത് ചെയ്യുന്നു? മോശയ്ക്കും അഹരോനും ദൈവത്തിനും ഒക്കെ കുറുകുറുത്തത് കാരണം വീണ്ടും അതിൻ്റെ അകത്ത് അവർക്ക് എൻ്റർ ആകാൻ പറ്റിയില്ല. 38 വർഷം വീണ്ടും അവർ കറങ്ങി നടന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ സീസൺ, കർത്താവ് തുറന്നിടുന്ന സീസണിന്റെ അകത്ത് കയറിയില്ലെങ്കിൽ എന്നാ കുഴപ്പമെന്നറിയാമോ? നമുക്ക് ചിലപ്പം 38 വർഷമൊക്കെ ചിലപ്പോൾ നഷ്ടമാകും. ഇല്ല, ഇറങ്ങിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. 2 വർഷമേ ആയിട്ടുള്ളൂ. കുറച്ച് ദിവസം കൂടെ നടന്നാൽ വാഗ്ദത്തത്തിൽ എത്താവുന്നേ ഉള്ളൂ. പക്ഷെ ഇവരുടെ ഈ പുറപുറപ്പും ഇവരുടെ അവിശ്വാസവും ഇവരുടെ മത്സരബുദ്ധിയും ഇവർക്ക് ആ സീസണെ തിരിച്ചറിയാതെ പോയത് കാരണം കർത്താവ് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, 38 വർഷം എന്ത് ചെയ്യുന്നു? ചെങ്കടൽ വഴി മൊത്തം അവരെ ചുറ്റിച്ചു കളഞ്ഞു. മനസ്സിലായോ? വീണ്ടും 38 വർഷം എടുത്തു. വീണ്ടും 2 + 38 വീണ്ടും 38 വർഷം എടുത്തു. അതങ്ങനെ കറങ്ങി തിരിഞ്ഞ് 40-ാമത്തെ വർഷം കാദേശിൽ വന്നപ്പോൾ വീണ്ടും അവിടെ വിഷയം ഉണ്ടായി. കണ്ടോ? അവർക്കൊന്നും അങ്ങോട്ട് എൻ്റർ ആകാൻ പറ്റിയില്ല. അപ്പം ഇതൊരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പം ദൈവം നമുക്ക് വേണ്ടി തുറന്നിടുന്ന സീസൺ നമ്മൾ അറിയാതെ പോകല്ലേ. നമ്മളെ നഷ്ടപ്പെടുത്തിയാൽ സ്തോത്രം, ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറയാം, അടുത്ത ചില വർഷങ്ങൾ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെടേണ്ടി വരും. അല്ലെങ്കിൽ അടുത്തൊരു സീസൺ നമുക്ക് നഷ്ടപ്പെടേണ്ടി വരും. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ഇതിൻ്റെ അകത്ത് സീസണുകൾ നഷ്ടപ്പെടുത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു ബുദ്ധി ഉപദേശിച്ചു തരിക. നിങ്ങൾ കാലങ്ങളെയും സമയങ്ങളെയും നിങ്ങൾ അറിയാതെ പോകരുത്. നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നിടുന്ന സീസണുകൾ, നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നിടുന്ന വാതിലുകൾ, നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നിടുന്ന ശ്രേഷ്ഠമേറിയ വഴികൾ, നിങ്ങൾ അത് അറിയാതെ പോകരുത്. അതുകൊണ്ട് യെശയ്യാവിൽ പറയുകയാണ്, അതിപ്പോൾ ഉത്ഭവിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ അത് തിരിച്ചറിയണം. നിങ്ങൾക്ക് വേണ്ടുന്ന സമയം, നിങ്ങൾക്ക് വേണ്ടുന്ന മേഖലകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറന്നിട്ടിരിക്കുക. അപ്പൊ സീസണുകൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എന്നെ വിഷയം, നമുക്ക് അതിനുവേണ്ടി ചില വർഷങ്ങൾ, ചില മാസങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത സീസൺ വരെ ചിലപ്പോൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി തുറന്നിടുന്നത് നമ്മൾ മിസ് ചെയ്യരുത്. അതുകൊണ്ട് ദൈവം നമുക്ക് തുറന്നിടുന്നതിൻ്റെ അകത്ത് നമ്മൾ പെട്ടെന്ന് കയറിക്കണം. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയ വേറൊരു പ്രധാനപ്പെട്ട ഒരു മേഖലയുണ്ട്. ഞാൻ ഇന്നലെ ആരോടോ ചർച്ചിൽ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞ സമയത്ത്, ഈ വാതിൽ ഒരിക്കലും നമ്മുടെ അടുക്കിലേക്ക് വരത്തില്ല. നമ്മളൊരു വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളൊരു വാതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളൊരു ഡോറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു ഓപ്പണിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരിക്കലും അത് നമ്മുടെ അടുക്കിലേക്ക് വരത്തില്ല. ഒരിക്കലും ഒരു ഡോർ നമ്മുടെ അടുക്കിലേക്ക് വരത്തില്ല. നമ്മളാണ് ഡോറിന്റെ അടുക്കിലേക്ക് നടന്നിരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യുന്നു? ഓരോ ദിവസങ്ങളിൽ ആത്മീകമായിട്ട് നമ്മളെ അതിന്റെ അടുക്കിലേക്ക് നമ്മളെ ഹോളി സ്പിരിറ്റ് നയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആ വാതിൽക്കൽ വരുമ്പോൾ അവിടെ വേറെ ഒരു നിങ്ങൾ അറിയാത്ത മേഖലയിൽ, ഞാൻ ആരെയും ഭയപ്പെടുത്തുവാനല്ല, പക്ഷെ നമ്മൾ അലേർട്ട് ആകാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, മൂട്ടിൽ കൊണ്ട് കുട ഉടച്ചെന്ന് പറയുന്ന പോലെ. ഈ എല്ലാം ശരിയായി, പക്ഷെ അങ്ങോട്ട് കൈ എത്താറായി, അങ്ങ് പിടിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും?
നഷ്ടപ്പെട്ടു പോയി. അത്രയും നാളുകൾ കാത്തിരുന്നത് നഷ്ടപ്പെട്ടു പോയി. അത് ചിലപ്പോൾ നമ്മുടെ സംസാരത്തിലായിരിക്കാം, നമ്മുടെ നോട്ടത്തിലായിരിക്കാം, നമ്മുടെ ഇടപെടലിലായിരിക്കാം, ചിലപ്പോ നമ്മളിലുള്ള മറ്റേതെങ്കിലും മേഖലകളിലായിരിക്കാം. അതുവരെ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ആ വാക്തത്വത്തിന്റെ കവാടത്തിലേക്ക് അങ്ങോട്ട് എത്തി, കയ്യിൽ അങ്ങോട്ട് എത്തിപ്പിടിക്കാനായി വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അത് ബ്രേക്കായി പോകുന്ന ഒരു മേഖലയുണ്ട്. നിങ്ങൾ അതിനെ ആത്മാവിൽ സെൻസ് ചെയ്യണം. അങ്ങനെയുള്ള ദുർവ്യാപാരങ്ങളെ, അങ്ങനെയുള്ള അന്ധകാര മേഖലകൾ, അങ്ങനെയുള്ള പൈശാചിക മണ്ഡലങ്ങളെ നിങ്ങൾ ബ്രേക്ക് ചെയ്തേ മതിയാവും. നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ എന്നാ വിഷയം എന്ന് ചോദിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് അടുത്തൊരു സീസൺ നഷ്ടപ്പെടും. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെയോ കർത്താവിന്റെ ആത്മാവ് ഇടപെടുക. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഡോറുകൾ ഹോളി സ്പിരിറ്റ് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, എനിക്കറിയാമല്ലോ, ഒരു 10-ലധികം ഒക്കെ ഡോറുകൾ നിങ്ങൾക്ക് വേണ്ടി പല സീസണുകൾ പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ഇരിക്കുന്നവർക്ക് വേണ്ടി തുറന്നിട്ടതാ. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് എത്തി പിടിക്കാറായി, കയ്യിലോട്ട് അങ്ങോട്ട് പിടിക്കുന്ന സമയമായപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വിഷയം വന്ന് നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത് അത് നിങ്ങളുടെ കരങ്ങളിൽ എത്താതെ വണ്ണം തടയുന്ന ഒരു ദുർവ്യാപാരമുണ്ട്. നിങ്ങൾ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്തേ മതിയാവുകയുള്ളൂ. നിങ്ങൾ അതിനെ വെട്ടിയില്ലെങ്കിൽ എന്നെ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിടിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്കത് പ്രാപിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ വാക്തത്വത്തിനെതിരെ നിൽക്കുന്ന ദുരാത്മ വ്യാപാരങ്ങളെ, അന്ധകാര മണ്ഡലങ്ങളെ, ഡിമോണിക് മേഖലകളെ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ബ്രേക്ക് ചെയ്ത് മതിയാവുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഈ പൈശാചികൻ എപ്പോഴും ഈ കാദേശിലാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? പൈശാചികൻ എപ്പോഴും ഈ കാദേശില്ല. അവൻ നമ്മള് എന്നാ പറയണ്ടേ, പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനോ കൂട്ടായ്മയ്ക്ക് പോകുന്നതിനൊന്നും എതിരില്ല. പക്ഷെ നമ്മൾ വാക്തത്വം പ്രാപിക്കാനായിട്ട് വരുമ്പോൾ, അതിന്റെ ആ നിലവാരത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോഴാണ് ഭയങ്കരമായ ഫൈറ്റിങ്ങൾ ഉണ്ടാകുന്നത്. ഞാനൊരു കാര്യം പറയുന്നത്, രാത്രിയിൽ ജോസഫ് പാസ്റ്റർ ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കേട്ടൊരു ഭാഗമാണ്, ചില ഇരുട്ടിലൂടെ നീ കടന്നുപോയാൽ ചില മെലീത്തകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. അത് നിന്നെ എത്തിക്കുന്ന ചില ചാനലുകളാണ്. പക്ഷെ നീ അവിടെ പതറരുത്. അതിന്റെ അകത്തൂടെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നൊക്കെ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഇങ്ങനെയുള്ള വിഷയത്തിന്റെ അകത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ കൊണ്ട് നമ്മൾ കൊട ഉടക്കരുത്. അങ്ങനെയുള്ള മേഖലകളെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ ആ ഏരിയകളെ നിങ്ങൾ ജയിക്കണം. അപ്പൊ പലപ്പോഴും പിശാച് ശ്രമിക്കുന്നത് ഈ കാദേശിൽ വരുമ്പോഴാണ്, വാക്തത്വത്തിന്റെ എൻട്രൻസിലേക്ക് വരുമ്പോഴാണ് പിശാച് പലപ്പോഴും ഈ നമ്മളെ തകർത്ത് കളയുന്നത്. വീണ്ടും ചില വർഷങ്ങൾ വീണ്ടും കാത്തിരുന്ന് വീണ്ടും ഇവിടെ വരുമ്പോഴത്തേക്കും വീണ്ടും ഉടഞ്ഞു പോവുക. അങ്ങനെയുള്ള മേഖലകളെ നിങ്ങൾ ആത്മാവിൽ ബ്രേക്ക് ചെയ്യണം. അത് ഒരുപക്ഷെ നമ്മുടെ സ്വഭാവം കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ പാപത്തിന്റെ മേഖല കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ സംസാരം കൊണ്ടായിരിക്കാം. ഞാനൊരു കാര്യം പറയാം, ഈ പിശാച് നമ്മളെ ഭയങ്കരമായിട്ട് പ്രകോപിപ്പിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചിൽ എടുത്തൊരു ഭാഗമാണ് 1 യോഹന്നാൻ 3:8. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നു. വാസ്തവത്തിൽ പിശാചല്ല പാപം ചെയ്യുന്നത്, പിശാച് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക. ശരിക്കും പിശാചിന് പാപം ചെയ്യാൻ പറ്റത്തില്ല. കാരണം പിശാചിന് പാപം ചെയ്യാൻ ഒരു ശരീരം ആവശ്യം, ഒരു ജഡം ആവശ്യമാണ്. അതിന് നമ്മുടെ ചിന്തയും നമ്മുടെ മൈൻഡും നമ്മുടെ നാവിനെയും നമ്മുടെ കരവും ഒക്കെ പിശാച് വാടകയ്ക്ക് എടുക്കും. പിശാചിന് പാപം ചെയ്യാൻ പറ്റത്തില്ല, കാരണം പിശാചിന് ഒരു ശരീരം ആവശ്യമാണ്. സ്തോത്രം. ഒരു ബോഡി പിശാചിന് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു മേഖലയാണ് ഞായറാഴ്ച ഞാൻ തൊട്ടത്. അപ്പൊ പിശാച് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാം, അവനങ്ങ് പോകും. പിന്നെ നമ്മൾ ആ വിഷയത്തിന്റെ അകത്ത് കിടന്ന് കറങ്ങുക. അപ്പോ ഈ കാദേശിലേക്ക് വരുമ്പോൾ നമ്മളെ വല്ലാതെ പ്രകോപിപ്പിക്കും, നമ്മളെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കും, നമ്മളെ വല്ലാതെ ദേഷ്യം എന്താ പറയട്ടെ, ടെൻറ്റ് ചെയ്യും, നമ്മളെ വല്ലാതെ പ്രകോപിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കാദേശിന്റെ ഒക്കെ അനുഭവത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് കോപം ഉണ്ടാകും, പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും, പെട്ടെന്ന് നമുക്ക് അരിശം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയോ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി ആ സാധനം അവിടെ ബ്രേക്ക് ആവും. നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ മതി, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഏതെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അന്ന് നിങ്ങൾ രാവിലെ എന്തെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിരിക്കും, അത് കോപിച്ച് ആ ഒരു അന്തരീക്ഷം അങ്ങ് നഷ്ടപ്പെടുത്തി കളയും. പക്ഷെ അത് കളയാതെ നിന്നിരുന്നാൽ ആ പ്രത്യേകമായ ഒരു ദൈവത്തിന്റെ ഫേവർ, പ്രത്യേകമായ ഒരു ബ്ലെസ്സിങ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരും. അപ്പം ഇത് ഇങ്ങനെയൊക്കെയോ മേഖലകളിലേക്ക് വരുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ്. അതുകൊണ്ട് ഈ കാദേശിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷനുകളും സ്ട്രെസ്സുകളും നമ്മളെ പ്രകോപിപ്പിക്കുകയും നമ്മളെ കൊണ്ട് വല്ലാതെ പാപം ചെയ്യിപ്പിക്കുകയും നമ്മളെ കൊണ്ട് വല്ലാതെ ദേഷ്യം
പെടുത്തുകയും ഒക്കെ അങ്ങനെയുള്ള പല മേഖലകളുണ്ട്. നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന ഒരു ദുരാത്മാവാണ്. നമ്മളെല്ലാം നല്ല ആൾക്കാരാണ്, പക്ഷെ നമ്മളെ കൊണ്ട് പ്രത്യേകിച്ച് ഈ കാദേശി വരുമ്പോൾ ഇവൻ ചൂടാകത്തുള്ളൂ. കാദേശി വരുമ്പോൾ ഇവൻ നമ്മളെ പ്രകോപിപ്പിക്കുന്നു. നമ്മുടെ കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മ മണ്ഡലമുണ്ട്. ബ്രേക്ക് ചെയ്തേ മതിയാവുകയുള്ളൂ. അതിൽ നിങ്ങൾ ജയിച്ചാൽ, നിങ്ങൾ കാദേശിൽ ജയിച്ചാൽ, ഞാൻ പറയാം, നിങ്ങൾ വലിയ വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ കയറും. നിങ്ങളുടെ വേറുള്ള പ്രോമിസുകൾ നിങ്ങൾക്ക് ഓപ്പൺ ആകും. ഇന്ന് രാത്രി ഞാൻ പറയാം, ഒന്നിലധികം കാദേശിലേക്ക്, എനിക്കറിയാം 10 നമ്പറുകൾ എന്നെ കാണും. ചിലരുടെ ലൈഫിലൊക്കെ 10 ഡോറുകളൊക്കെ, 10 കാദേശിന്റെ മേഖലകൾ കർത്താവ് തുറന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം അടയപ്പെട്ടു. 10 ഡോറുകളൊക്കെ ഇന്ന് രാത്രി 10 നമ്പറുകൾ കാണുന്നു. എന്താ ഇത്? ഇങ്ങനെയുള്ള മേഖലകൾ നിങ്ങൾ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ്, അതുകൊണ്ട് വേദോസം പഠിപ്പിക്കുന്നത് പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാതെ പോകല്ലേ. പിശാച് തന്ത്രശാലിയാ. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലയോ? നിങ്ങൾ തിരിച്ചറിയണം. പൈശാചിക മണ്ഡലങ്ങളെ, പൈശാചിക മേഖലകളെ നിങ്ങൾ തിരിച്ചറിയണം. അത് വ്യക്തികളിലൂടെ പിശാച് പ്രവർത്തിക്കും. നമ്മളെ വല്ലാതെ പ്രകോപിപ്പിക്കും. നമ്മളെ വല്ലാതെ എന്താ പറയുക, ടെൻഷൻ കയറ്റും, നമ്മളെ വല്ലാതെ ആദി കയറ്റും. ഇതൊക്കെ ദുരാത്മാവിന്റെ ഭയങ്കര വ്യാപാരങ്ങളാണ്. നിങ്ങൾ അങ്ങനെ വരുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചോണം. അങ്ങനെ നിങ്ങൾ കാദേശ് നിങ്ങൾ ക്രോസ് ചെയ്താൽ, ഞാൻ പറയാം, ഇതിനകത്തിരിക്കുന്നതോട് ഞാൻ പറയാം, നിങ്ങൾ കാദേശ് നിങ്ങൾ ക്രോസ് ചെയ്താൽ, നിങ്ങളുടെ മേലുള്ള വാക്തത്വങ്ങൾ ഓപ്പൺ ആകും. ഇന്ന് രാത്രിയിൽ അങ്ങനെയൊക്കെ ഉള്ള മേഖലകൾ നിങ്ങൾ ആത്മാവിൽ സെൻസ് ചെയ്ത് നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാ ബുദ്ധി ഉപദേശിച്ചിരിക്കുക. നിങ്ങളത് ബ്രേക്ക് ചെയ്തില്ല, അങ്ങനെ എന്നാ കുഴപ്പമെന്നറിയാമോ? 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ സൂം മീറ്റിങ്ങിന് വിളിക്കുമ്പോഴും നിങ്ങൾ അതുപോലെ തന്നെ ഇരിക്കും. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അതിനെ വെട്ടി പ്രാർത്ഥിക്കാൻ, നാളെ രാവിലെ മുതൽ ചില ഡോറുകൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകും. എന്നോട് പരിശുദ്ധാത്മാ ഇന്ന് രാത്രി ഇടപെട്ട ഒരു കാര്യമാണ്. ഒന്നല്ല, അനേക ഡോറുകൾ ഇതിന്റെ അകത്ത് കത്ത ഓപ്പൺ ചെയ്ത സീസണാണ്. നിങ്ങൾ ഒരു വഴിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു, ഒന്നിലധികം മൾട്ടിപ്പിൾ ഡോസുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന സീസണുകളാണ്. നിങ്ങൾ കാത്തിരുന്നതും നിങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമായ ചില ഡോറുകൾ, മൾട്ടിപ്പിൾ ഡോസുകൾ, പല ഡോറുകൾ, ഒന്നിലധികം വാതിലുകൾ തുറക്കുന്ന ഒരു സീസണിന്റെ അകത്തോട്ട് നിങ്ങൾ കയറിയിരിക്കുക. എവിടെ കൂടെ വേണമെങ്കിലും കയറാനും ഇറങ്ങാനും ഒക്കെയുള്ള നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് എല്ലാ മേഖലകൾക്കകത്തും ഒരു ഡോറുകളെ തന്നെ തുറക്കുന്ന ഒരു സീസണിന്റെ അകത്ത് നമ്മൾ കയറിയിരിക്കുക. അതിന്റെ അകത്ത് ഫിനാൻഷ്യൽ ഡോറുകളുണ്ട്, സ്തോത്രം പ്രൊഫറ്റിക്കൽ ഡോറുകളുണ്ട്, ഹീലിംഗിന്റെ ഡോറുകളുണ്ട്, സ്തോത്രം അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിയുടെ ഡോറുകളുണ്ട്, അല്ലെങ്കിൽ സ്തോത്രം ശുശ്രൂഷയുടെ ഡോറുകളുണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ ഡോറുകളുണ്ട്. എല്ലാ ഡോറുകളും ഹോളി സ്പിരിറ്റ് തുറന്നിരിക്കുക. അങ്ങനത്തെ ഒരു സീനകത്തോട്ട് നമുക്ക് കയറി വന്നിരിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി കർത്താവിന് നല്ലൊരു ആമേൻ പറഞ്ഞ് ആ ദൂതനോട് നിങ്ങൾ പ്രതികരിച്ചാട്ടെ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഒന്നിലധികം ഡോറുകൾ, എനിക്കറിയാമല്ല, കർത്താവ് അങ്ങനെ പറയാൻ പറഞ്ഞു. ഒന്നിലധികം ഡോറുകൾ ഇതിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ ലൈഫിലെ സീസന്റെ ഒരു പ്രത്യേകതയാണ്. ഈ യാക്കോബ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ പത്തനാരാമിൽ നിന്ന്, അമ്മായിപ്പന്റെ വീട്ടിൽ നിന്ന് സ്വന്തം അപ്പന്റെ വീട്ടിലേക്ക്, ഇസഹാക്കിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ഭാഗമുണ്ട്. മടങ്ങിപ്പോകുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? പുറകിൽ ലാബാൻ പിന്തുടരുന്നുണ്ട്, മുമ്പിൽ ചേട്ടച്ചാരൻ നിൽക്കുക, ഏശാവ് നിൽക്കുക. അപ്പം എന്റെ ഒരു ഭാവന ഞാൻ പറയാം, ഇത് രണ്ടുപേരെയും ഒരുപോലെ പരിശുദ്ധാത്മാവ് തൊട്ടു. മനസ്സിലാവുന്നുണ്ടോ? പുറകിൽ വരുന്നവനെയും മുമ്പിൽ വരുന്നവനെയും ദൈവത്തിന്റെ ആത്മാവ് ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, നിന്റെ ലൈഫിൽ പുറകിൽ വരുന്നതിനെയും മുമ്പിൽ വരുന്നതിനെയും ബ്ലോക്ക് ചെയ്ത് നിനക്ക് വേണ്ടി ഒരേ സമയത്ത് തന്നെ നിനക്ക് വേണ്ടി മൾട്ടിപ്പിൾ ഡോസുകളെ തുറക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ആ ഒരു ഭാഗം ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അതൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ പൗലോസും ശീലാസും അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ അതൊരു ഭാഗമാണ്. പൗലോസും ശീലാസ് ഈ മൾട്ടി ഡോറുകൾ തുറക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി ഒന്നിലധികം ഡോറുകൾ ഓപ്പൺ ആകാൻ പോകും. ഒന്നിലധികം അങ്ങനെ ഒരു സീസണിലാണ് നിങ്ങൾ കയറി വന്നിരിക്കുന്നത്. ഈ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അർദ്ധരാത്രിക്ക്, ആ പദം നിങ്ങൾ ഭയങ്കരമായിട്ട് അത് നോട്ട് ചെയ്യണം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. അടുത്ത പദം, അവർ ആരാധിച്ചു. ഉണ്ടോ? അർദ്ധരാത്രിയിലെ പ്രാർത്ഥനകൾ, അർദ്ധരാത്രിയിലെ ആരാധനകൾ ഭയങ്കരമായ എന്നാ പറയണ്ടത്, ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ, ഭയങ്കരമായ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16-25 എങ്ങനെയാ വായിക്കുന്നത്? അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിച്ചു. അടുത്ത പദം, ആരാധിച്ചു.
അതിന്റെ ഇടയ്ക്ക് ഒരു പദമുണ്ട്, അത് ഞാൻ പറയുന്നില്ല. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഈ ആരാധനയ്ക്ക് ശേഷം എന്താ സംഭവിച്ചറിയാമോ? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം എല്ലാം കുലുങ്ങിട്ടു, വാതിലുകൾ തുറക്കാൻ തുടങ്ങി. മനസ്സിലായി? അവിടെ ഏതൊക്കെ ഡോറുകൾ ഉണ്ടായിരുന്നു അതെല്ലാം തുറക്കാൻ തുടങ്ങി. ഞാൻ പറയാം, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേലുള്ള സീസണുകൾ അങ്ങനെ മൾട്ടിപ്പിൾ ഡോറുകൾ ഓപ്പൺ ആവുന്ന സീസണാണ്. നിങ്ങൾ നോക്കിയേ, ഈ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനെ ഹേരോദാവ് കൊണ്ട് തടവറയിലാക്കി. എന്നാൽ ദൂതൻ അവിടെ തുറക്കുന്ന വാതിൽ കണ്ടോ? ഒന്നാം വാതിലും രണ്ടാം വാതിലും. പിന്നെ നോക്കിക്കേ, പട്ടണത്തിന് എനിക്കറിയാൻ പറ്റില്ല, ചില സിറ്റികളുടെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവാം. എനിക്കറിയാൻ പറ്റില്ല, ആരൊക്കെയോ ചില പട്ടണത്തിന്റെ ഡോറുകൾ പിടിക്കാൻ പറ്റുന്ന പിടിക്കുന്ന രാത്രി പരിശുദ്ധാത്മ ആരോടൊക്കെ കർത്താവ് ഇടപെടുക. പട്ടണത്തിന്റെ നോക്കിക്കേ, ഒന്നാം വാതിലും രണ്ടാം വാതിലും പത്രോസിന്റെ ലൈഫിൽ കണ്ടു. ഒന്നാം വാതിലും രണ്ടാം വാതിലും ദൂതൻ ഇറങ്ങുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഇതിന്റെ അകത്ത് ഞാനത് ഭയങ്കരമായ ഒരു തൂഫാൻ അടിക്കുന്നു, ഒരു ഭയങ്കരമായ ഒരു തൂഫാൻ, ഒരു ടൊർണാഡോ. ഞാൻ ആത്മാവ് ടൊർണാഡോ അടിക്കുന്നു, ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റ് അടിക്കുക, ഭയങ്കരമായ ഒരു തൂഫാൻ, ഒരു ടൊർണാഡോ അടിക്കുക. പരിശുദ്ധാത്മ അങ്ങനെയൊക്കെ എന്തോ കാര്യങ്ങൾ ഇന്ന് രാത്രി ചെയ്യും. അതാ ഞാൻ ആദ്യത്തെ ആ മെസ്സേജ് തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഈ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ചെങ്കടലിൽ വന്ന് നിൽക്കുമ്പോൾ അന്ന് രാത്രിയിൽ മുഴുവൻ, ആ പദം നോക്കണം, അന്ന് രാത്രിയിൽ മുഴുവനും കിഴക്കൻ കാറ്റടിച്ചു. കിഴക്കൻ കാറ്റടിച്ച് എന്ത് ചെയ്യുന്നു? സമുദ്രത്തെ വിഭാഗിച്ചു കളഞ്ഞു. എന്ത് ചെയ്യുന്നു? വെള്ളം വറ്റിച്ചു കളഞ്ഞു, ഉണങ്ങിയ നിലമായി. കാറ്റടിച്ചു കഴിഞ്ഞാൽ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. കാറ്റടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പരിഹാരങ്ങൾ ഉണ്ടാകും. എന്താ പറയാൻ പറ്റില്ല, ഇരുട്ടും വെളിച്ചം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പോലെ ഇരുട്ടും വെളിച്ചവും ദൈവത്തിന്റെ ആത്മാവ് വേർതിരിച്ചതുപോലെ. എനിക്കറിയാൻ പറ്റില്ല, ഇന്ന് രാത്രിയിൽ ചില മേഖലകളെ പരിശുദ്ധാത്മ വേർതിരിച്ച് ഈ ഇരുട്ടും വെളിച്ചവും ഒക്കെ വേർതിരിക്കുന്നത് പോലെ അങ്ങനെയൊക്കെ എന്തോ വേർതിരിവുകൾ ഇന്ന് രാത്രി കർത്താവിന്റെ അത് ചെയ്യുകയാണ്. പരിശുദ്ധാത്മ എന്തോ അങ്ങനെയൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ വെള്ളങ്ങളെ വേർതിരിച്ച്, വിധാനങ്ങളെ എല്ലാം നോക്കി അവിടെ എല്ലാം വേർതിരിവാ കണ്ടോ? വെള്ളങ്ങളെ വേർതിരിക്കുന്നു, കരയും സമുദ്രവുമായി വേർതിരിവുണ്ടായി ഇല്ലേ? വിധാനങ്ങളെ വേർതിരിക്കുന്നു. ആകാശത്തിന്റെ മുകളിലുള്ള വെള്ളം, ആകാശത്തിന്റെ കീഴിലുള്ള കണ്ടോ? അവിടെയും വേർതിരിവ്. ഇരുട്ടും വെളിച്ചവും തമ്മിൽ വേർതിരിവ്, രാവും പകലും കണ്ടോ? ഇവിടെ എല്ലാം ഭയങ്കരമായ സെപ്പറേഷനുകളാണ്. ഞാൻ പറയാം, പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറാം, നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ്. യു ആർ ദ ചിൽഡ്രൻ ഓഫ് ലൈറ്റ്. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ്. നിങ്ങൾ ഇരുട്ടിന്റെ മക്കളല്ല, നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ്. വെളിച്ചവുമായിട്ട് നിങ്ങൾ കണക്ട് ആവും. ഇരുട്ടുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. വേദപുസ്തകത്തിന്റെ ഒരു പദമുണ്ട്, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റത്തില്ല. അതിലെയാ ഇരുട്ടിനെയും വെളിച്ചത്തെയും നമുക്ക് ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ല. ജഡത്തെയും ആത്മാവിനെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം. ഏതെങ്കിലും ഒന്നെങ്കിൽ നീ ശീലവാനായിരിക്കണം, ഒന്നെങ്കിൽ നീ ഉഷ്ടവാനായിരിക്കണം. അതിലെയാ സ്വതന്ത്രം ലവോദിക്കയെ പോലെ അങ്ങനെ ആകരുത്. ഇന്ന് രാത്രിയിൽ കർത്താവ് പറയാ, ചില സെപ്പറേഷനുകൾ നിന്റെ ലൈഫിൽ കർത്താവ് ഇന്ന് രാത്രി ചെയ്യാൻ പോവുകയാണ്. Hallelujah. Once you are separated, God's glory be manifested in your life. ചില സെപ്പറേഷനുകളെ പരിശുദ്ധാത്മാവ് തരുന്നു. എനിക്കറിയാമല്ല, രാവും പകലും ഇരുട്ടും വെളിച്ചവും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ഒരു വലിയ വേർതിരിവ് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേർതിരിച്ചു തരിക. ഞാൻ പറയാം, ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാ, നിങ്ങൾ ഇരുട്ടിന്റെ മക്കളല്ല, നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാ. വെളിച്ചങ്ങളുമായിട്ട് നിങ്ങൾ കണക്ട് ആകും, അഭിഷേകവുമായിട്ട് നിങ്ങൾ കണക്ട് ആകും, അങ്ങനെയുള്ള നക്ഷത്രങ്ങളുമായിട്ട് നിങ്ങൾ കണക്ട് ആകും. ഹല്ലേലൂയ. അങ്ങനെയുള്ള സൂര്യനുകളുമായിട്ട് നിങ്ങൾ കണക്ട് ആകും, അങ്ങനെയുള്ള പ്രഭകളുമായിട്ട് നിങ്ങൾ കണക്ട് ആകും. ഇതൊക്കെ ആലങ്കാരിക പദങ്ങളാകട്ടോ. നിങ്ങൾ അതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്. സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുമ്പോൾ വേദപുസ്തകത്തിനകത്തുണ്ട്, നിങ്ങൾ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും, നമ്മുടെ കർത്താവ് ഉദയ നക്ഷത്രമാണ്. അതൊക്കെ ഒരു ആത്മീയ അർത്ഥത്തിൽ എടുക്കാവുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. യെഹെസ്കേലിൽ ഒരു പദമുണ്ട്, ഇനിയും നിത്യതയിൽ അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല, കുഞ്ഞാട് തന്നെ വിളക്കാം എന്നൊക്കെ പറയുന്ന പദങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെയൊക്കെ ആത്മീയ അർത്ഥത്തിൽ എടുക്കാവുള്ളൂ. അതിനെ ഒരു സൂര്യനുമായിട്ട് കണക്ട് ആവും, ചന്ദ്രനുമായിട്ട് കണക്ട് ആവും എന്നൊക്കെ പറഞ്ഞ് അതിനെ ആ നിലയിൽ എടുക്കരുത്. ഇതിനെയൊക്കെ ഒരു ആത്മീയമായ അർത്ഥത്തിൽ നിങ്ങൾ എടുത്തോണം. സ്തോത്രം. അതൊക്കെ പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. അല്ല, അപ്പൊ ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ്. നിങ്ങളുമായിട്ട് വെളിച്ചങ്ങൾ കണക്ട് ആകും, നക്ഷത്രങ്ങൾ കണക്ട് ആകും. അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രഭകൾ നിങ്ങളുമായിട്ട് കണക്ട് ആകും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ അകത്ത് ഇന്ന് രാത്രിയിൽ ആലോചനകളും നിയോഗങ്ങളും തരികയാണ്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ രാത്രിയിൽ, അർദ്ധരാത്രിയിൽ പൗലോസിന്റെ ശീലാസിന്റെ പ്രാർത്ഥനകൾ
ആരാധനകൾ എന്ത് ചെയ്യുന്നു? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുടുങ്ങി. ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് പത്രോസിന്റെ മേഖലയിലേക്ക് പോകുന്നത് അല്ലെ. പത്രോസിനെ ഹെരോദാവ് പിടിച്ച് തടവിലാക്കിയിരിക്കുക. അല്ലെങ്കിൽ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. സ്തോത്രം. അല്ലെങ്കിൽ ഇനി അടുത്തത് പത്രോസിനെ പിടിക്കാനാ. എന്നാ പത്രോസിനെ തൊടാൻ പറ്റത്തില്ല. ജോസഫ് പാസ്റ്ററെ, ഞാൻ നിങ്ങളോട് ഒരു പ്രൊഫറ്റിക്കൽ ആലോചന പറയട്ടെ. നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. നിങ്ങളുടെ മേലൊരു പുതപ്പ് വീണിട്ടുണ്ട്. നിങ്ങളുടെ മേലൊരു വാക്തത്വമുണ്ട്. അത് യാക്കോബിനെ പിടിച്ച് വാളുകൊണ്ട് കൊന്നു. പക്ഷേ അത് പത്രോസിന്റെ അടുത്ത് നടക്കത്തില്ല. കാരണം പത്രോസ് വേറൊരു സംഭവമാണ്. ഇന്ന് രാത്രിയിൽ വാക്തത്വമുള്ളവൻ, അഭിഷേകമുള്ളവൻ എന്ത് ചെയ്യും? അത് എത്ര അല്ലെങ്കിൽ കാരാഗ്രഹത്തിന്റെ അകത്ത് ഇരുട്ട് പൂട്ടി ആ മേഖലയിൽ കിടന്നാലും ദൂതനിറങ്ങി ഇന്ന് രാത്രിയിൽ വിടുവിച്ചു കൊണ്ടുവരാൻ പോവാ. അതിന്റെ അകത്ത് പറയുന്ന പദമാണ് ഒന്നാം വാതിൽ. കണ്ടോ? വാതിലുകൾ തുറക്കാൻ പോവാം. മൾട്ടിപ്പിൾ ഡോസുകൾ നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഓപ്പൺ ആകാൻ പോവാം. നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ തന്നെ പല ഡോറുകൾ പലയിടത്തും ഓപ്പൺ ആകും. ദേവദാസനെ എനിക്കറിയാമല്ല, നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ തന്നെ, ജോസഫ് പാസ്റ്ററോട് ഞാൻ ദൈവിക ആലോചനയെ കൈമാറുകയാണ്. നിങ്ങളൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ തന്നെ പല ഡോറുകൾ മിനിസ്ട്രിയിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ പല മേഖലകളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാം. Renza, 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 Remsha, Hazekro, Positini, Lasakoromic, Shantara, Cosa, Zania. നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ പല ഡോറുകൾ ഓപ്പൺ ആകും. അവിടെ നിന്നുകൊണ്ട് തന്നെ പലതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യും. അങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നു. നിങ്ങളെ തൊടാൻ പറ്റത്തില്ലെന്ന് തന്നെ കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു. യു ആർ സെപ്പറേറ്റഡ്, യു ആർ ഹൈലി കോൾഡ് ഫോർ ദ ലോർഡ്. യാക്കോബിനെ കൊന്നു, എന്നാൽ പത്രോസിനെ പിടിക്കാം. യഹൂദ ഈ ആരെയൊക്കെയോ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഹെരോദാവ് ഈ പരിപാടിയെല്ലാം കാണിച്ചത്. യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ മാനുഷികമായിട്ടുള്ള എല്ലാ പ്രസാദങ്ങളെയും, മാനുഷികമായിട്ട് വരുന്ന എല്ലാ പണികളെയും ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അഭിഷക്തന്മാർ അതിനെ ഉടച്ചു കളയുകയാണ്. മാനുഷികമായിട്ട് ഇത് ഈ ഹെരോദാവ് ഈ പരിപാടി ഒപ്പിച്ചത് ഈ യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാ. യഹൂദന്മാരെ പ്രസാദിപ്പിക്കുക. കാരണം യാക്കോബിനെ കൊന്നു, അവർക്കൊരു സന്തോഷമായി. അപ്പൊ അടുത്ത പത്രോസിനെ കൊല്ലാമെന്ന് വിചാരിച്ച ദൈവദാസനെ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിങ്ങൾക്കെതിരെയുള്ള അറ്റാക്ക്, നിങ്ങൾക്കെതിരെയുള്ള വിഷയങ്ങളൊക്കെ ആരെയൊക്കെയോ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി പൈശാചിക മണ്ഡലങ്ങൾ നടത്തിയതാ. പക്ഷെ നിങ്ങളുടെ മേലെ ചെലവാകത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവിന് രാത്രി ദൂത് കൈമാറുകയാണ്. നിങ്ങളെ പരിശുദ്ധാത്മാവ് ദൂതനിറങ്ങി തന്നെ നിങ്ങളെ അതിന്റെ അകത്തുനിന്ന് വിടുവിച്ചു കൊണ്ടുവരാൻ പോകും. നിങ്ങൾക്ക് പത്രോസിനെ ഉള്ളറയിച്ചെന്ന് ഒന്നാം വാതിലും രണ്ടാം വാതിൽ, അടുത്ത പറഞ്ഞു നോക്കിയേ, പട്ടണത്തിന്റെ വാതിൽ തുറക്കും. കേട്ടോ നിങ്ങളായിരിക്കുന്ന മേഖലയ്ക്കകത്തുനിന്ന് വ്യക്തിപരമായി ഞാൻ പ്രൊഫറ്റിക്കലി ജോസഫ് പാസ്റ്ററോട് ഞാൻ ഒരു പ്രൊഫറ്റിക്കലി ദൂത് കൈമാറുകയാണ്. നിങ്ങൾ അത് വേണം പിടിച്ചോണം. ഞാൻ അദ്ദേഹത്തോടെ പറയുന്നെങ്കിൽ നിങ്ങൾ ചാടി പിടിച്ചോണം. സ്വതന്ത്രമല്ല, ഇത് ആരെ പിടിക്കുന്നു അവരുടെ പേര് ഇത് ആക്ടിവേറ്റ് ആവുക. ഞാനത് അദ്ദേഹത്തോട് ഞാനിങ്ങനെ പ്രൊഫറ്റിക്കലി ഒന്ന് കൈമാറുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതിന് സ്വീകരിച്ചോണം. അത് നിങ്ങളുടെ മേലെ അത് വരികയാണ്. സ്വതന്ത്രം ഇത് ആര് പിടിക്കുന്നോ അത് പാസ് ചെയ്യും. നിങ്ങൾ നോക്കിക്കേ, യേശു ക്രിസ്തു അല്ലെങ്കിൽ യായിറോസിന്റെ വീട്ടിലോട്ട് ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി യേശു നടന്നു പോകുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു രക്തസ്രവക്കാരിയായി സ്ത്രീ വന്നിട്ട് ടാപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടോ? അവള് കയറി പിടിക്കുന്നുണ്ട് സാധനം. കാരണം യേശുവാസത്തിൽ പോയത് യായിറോസിന്റെ വീട്ടിലോട്ടാ. യായിറോസിന്റെ മകളെ സൗഖ്യമാക്കാൻ വേണ്ടിയാ. ആ വിഷയത്തിന് വേണ്ടി യേശു പോകുന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു 12 വർഷം രക്തസ്രാവമായ ഒരു സ്ത്രീ വന്ന് യേശുവിനെ ഒന്ന് പിടിക്കുന്നുണ്ട്, ടാപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ദൂത്, ഞാൻ ജോസഫ് പാസ്റ്ററോട് ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ ഞാൻ പ്രൊഫറ്റിക്കൽ ദൂത് പറയുമ്പോൾ നിങ്ങൾ ആത്മാവിൽ അതിനെ ടാപ്പ് ചെയ്യണം. കേട്ടോ, നിങ്ങൾ അതിനെ ആത്മാവിൽ കയറി പിടിച്ചോണം. അത് നിങ്ങളുടെ അടുക്കിലേക്ക് അത് വരാൻ പോകും. നിങ്ങൾ അത് സ്വീകരിക്കുമ്പോൾ അത് നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അതുകൊണ്ട് പൗലോസ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇത് വ്യാപരിക്കുന്ന ശക്തിയാണ്. നിങ്ങൾ അതിനെ ടാപ്പ് ചെയ്തോണം. ഇത് നമ്മുടെയാണ്, പിടിച്ചോണം. നിങ്ങളത് പിടിച്ചോണം, നിങ്ങളത് പിടിച്ചോണം. ഒരു ഇലക്ട്രിസിറ്റി കമ്പിയിലൂടെ കറണ്ട് പാസ് ചെയ്യുക. പക്ഷെ ആ ിലൂടെ തന്നെ പല വീടുകളിലേക്ക് അത് ടാപ്പ് ചെയ്യുന്നത് പോലെ ഇന്ന് പകൽ ഞാൻ ഒരാളോട് വ്യക്തിപരമായ ദൂത് കൈമാറുമ്പോൾ നിങ്ങൾ അത് വിശ്വാസത്തോടെ കയറി പിടിച്ചോണം. അത് ജോസഫ് പാസ്റ്ററുള്ള ദൂതാണെന്നോ അത് സന്തോഷ് പാസ്റ്ററുള്ള ദൂതാണെന്നോ നിങ്ങൾ വിചാരിക്കല്ലേ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി നിങ്ങൾ പിടിച്ചോണം. ഇന്ന് രാത്രി നിങ്ങൾ ചാടി പിടിക്കണം. ഓ ഫയർ ഓഫ് ദി ഹോളി ഗോസ്റ്റ്, ഫയർ ഓഫ് ദി ഹോളി ഗോസ്റ്റ്. സ്റ്റോപ്പ് റാക്ക്. നിങ്ങൾ നോക്കി ആ സ്ത്രീയുടെ അവിടെ ആ വിശ്വാസം നോക്കി. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കരയൊന്നും കയറി പിടിക്കുക. യേശു പിടിക്കാൻ നോക്കിയില്ല, യേശു തൊടാൻ നോക്കിയില്ല. ഇന്ന് രാത്രിയിൽ അളതിയ സ്തോത്രം, ആരും നിങ്ങളെ തൊടാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. നിങ്ങളെ അങ്ങോട്ട് ചെന്ന് പിടിച്ചോണം. പഴയ നിയമം അങ്ങനെയാ അല്ലെ. പഴയ നിയമം അങ്ങോട്ട് ചെന്ന, പക്ഷെ പുതിയ നിയമം ഇങ്ങോട്ട് വന്ന് പിടിച്ചോണം. പഴയ നിയമത്തിൽ അങ്ങോട്ട് ചെന്ന് എന്ത് ചെയ്യും പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യും അല്ലെ. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് പിടിച്ചോണം. ഒരു ദൂത് കേട്ടാൽ അങ്ങോട്ട് ചാടിക്കോണം. അത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നി നിങ്ങൾ
ഇറങ്ങിക്കോണം. ദൂതൻ കുളം കലക്കും ചാടിക്കോണം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ പറയുക, നിങ്ങൾ പിടിച്ചോ, നിങ്ങൾ ടാപ്പ് ചെയ്തോ. വളരെ അളവില്ലാത്ത ശക്തി, അളവില്ലാത്ത അഭിഷേകം എന്റെ കർത്താവിന്റെ ശരീരത്തിലൂടെ ഇന്ന് രാത്രി ഒഴുകിയ ഏതൊക്കെയോ രോഗങ്ങൾ ഇന്ന് രാത്രിയിൽ be healed in the name of Jesus Christ. ഏതൊക്കെയോ രോഗങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാണ്. അങ്ങനെയുള്ള എല്ലാ ഡിമോണിക് ഡിസീസുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാണ്. രക്തസ്രാവക്കാരിയ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു. ഇന്ന് രാത്രിയിൽ അവിടെ ഭാഗമൊക്കെ പറയാൻ വേണ്ടി വന്നതല്ല. ഇതൊക്കെ ഭയങ്കരമായിട്ട് കയറി വരുന്നു. ഏറിയ വൈദ്യരാൽ അവൾ ചികിത്സ തേടി ഒത്തിരി പണം ചെലവഴിച്ച് 12 വർഷമായി അവൾ കാത്തിരിക്കുക. നിങ്ങൾ നോക്കിയേ, യായിറോസിന്റെ മകൾക്ക് 12 വയസ്സുണ്ട്. 12 വയസ്സുള്ള മകളെ ഉയർപ്പിക്കാൻ യേശു അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെയും 12 വർഷമായ ഒരു കേസാ. അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ സ്വന്തം 12 ഇന്ന് രാത്രിയിൽ നിങ്ങൾ പിടിച്ചോ, നിങ്ങൾ വിശ്വസിച്ചോ. യായിറോസിന്റെ വീട്ടിലോട്ട് പോയ അതേ ശക്തി ഇവിടെ ടാപ്പ് ചെയ്ത് എടുത്തു. ഇങ്ങനെ കയറി പിടിക്കുന്ന ഒരു അഭിഷേകം, ഇങ്ങനെ കയറി പിടിക്കുന്ന ഒരു നിലവാരം ഇന്ന് രാത്രി നമ്മൾ പിടിച്ചോണം, നമ്മൾ പ്രാപിച്ചോണം. അല്ലെങ്കിൽ ആ ഒരു മേഖലകൾക്കകത്തോട് നമ്മൾ കയറിയാൽ അത് ഭയങ്കരമായിട്ട് അളവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് ഒഴുകിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇതിൽ ഇന്ന് രാത്രിയിൽ എനിക്കറിയാൻ പറ്റും, ഭയങ്കര പവറൊക്കെ അടിക്കുന്ന പോലെ, ഈ ഇലക്ട്രിക് പവറൊക്കെ അടിക്കുന്ന പോലെ ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരത്തിലൊക്കെ നിങ്ങൾക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര ഡുനാമിക്സ് ഈ ദിവസങ്ങളിലൊക്കെ അടിച്ച് തെറിക്കുന്ന നിലവാരത്തിലേക്ക് മൈറ്റി പവറുകൾ, മൈറ്റി ശഖേനകൾ ഇറങ്ങാൻ വേണ്ടി പോകുക. നിങ്ങളുടെ ഡോറുകൾ അടഞ്ഞിരിക്കുന്ന, പൈശാചി കെട്ടിയിട്ടിരിക്കുന്ന മേഖലകൾക്ക് അത് വലിയ തീ ഇറങ്ങാൻ പോവുക. നിങ്ങൾ നോക്കി എനിക്കൊരു കുറച്ച് സമയം കൂടെ ഉണ്ട്. കുറെ കാര്യങ്ങളൊക്കെ പ്രൊഫറ്റിക്കലി കയറി വരികയാണല്ലോ. ഞാൻ പറയാം, ഈ ഇസ്രായേൽ മക്കൾ ഇങ്ങോട്ട് നടന്ന് ഈ യോർദാനൊക്കെ കടന്ന് ഇങ്ങോട്ട് യെരിഹോവിൽ വന്നപ്പോൾ അവിടെ ഒരു വിഷയമുണ്ട്. യെരിഹോ വന്നപ്പോൾ യെരിഹോ നിവാസികൾ പട്ടണത്തിന്റെ വാതിൽ അകത്തു അടച്ചു. കാരണം എന്താ, പുറത്തുനിന്ന് കൂട്ടിയിട്ട് ഇവന്മാർ തുറക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, പുറത്തുനിന്ന് തുറക്കാതിരിക്കാൻ വേണ്ടി ശത്രു അകത്തുനിന്ന് തന്നെ അടച്ച് ഉറപ്പിച്ചു. പക്ഷെ ഇന്ന് രാത്രിയിൽ ആരൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഡോറുകൾ കെട്ടി അടച്ചു പൂട്ടിയാലും വാക്തത്വമുള്ളവന്റെ മുമ്പിൽ ഇതല്ലേ ഇഴി നാട്ടി വീഴുന്നത്. നിങ്ങളൊന്നും വരീഡാകണ്ട. വാക്തത്വമുള്ളവന്റെ മുമ്പിൽ എത്ര അകത്തുനിന്ന് എത്ര പൂട്ടിട്ട് കിട്ടിയാലും, അല്ലെങ്കിൽ ചരിത്രകാരന്മാര് പറയുന്നു, ഈ രാഹാബ് എന്ന് പറയുന്ന ആ വേശ്യയൊക്കെ താമസിച്ചത് ആ മതിലിന്റെ മണ്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു വലിയ വീട് വെക്കാൻ പോലും സ്ഥലമുണ്ട്. ചരിത്രം ഇങ്ങനെ പറയുന്നത് 12 രഥങ്ങളെ, 12 കുതിരകളെ ഒരുമിച്ച് ഓടിക്കത്തക്ക വീതിയും വിശാലതയും ഉണ്ടായിരുന്നു ആ മതിലിന്. നമ്മൾ കാണുന്ന കോൺക്രീറ്റ് ഇട്ട നമ്മള് അപ്പുറത്തെ വീട്ടിലോട്ട് കാണുന്ന മതിലല്ല യെരിഹോ മതിൽ എന്ന് പറയുന്നത്. 12 കുതിരകളെ, 12 രഥങ്ങളെ ഒരുമിച്ച് ഓടിക്കത്തക്ക നിലയിൽ വീതിയും വിശാലതയും ഉള്ളതായിരുന്നു യെരിഹോ മതിൽ. അങ്ങനത്തെ ഒരു സാധനമാണ് എന്ത് ചെയ്യുന്ന, അകത്തു നിയമം അടച്ചു പൂട്ടിയിട്ടത്. പക്ഷെ എന്റെ ദൈവത്തിന് എത്ര അടച്ചു പൂട്ടിയിട്ടാലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് നിങ്ങളുടെ മുമ്പിൽ ഇടിഞ്ഞു വീഴും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചിലത് തുറക്കാൻ പോവാം. ഈ പിശാചിന്റെ വലിയ പരിപാടി അകത്തു നിന്ന് കൂട്ടി ലോക്ക് ചെയ്തിടം വിടും. അല്ലെങ്കിൽ ഇവനെ കേറ്റരുത്, ആരെ കേറ്റില്ല, ഇവനെ കേറ്റരുത്. എനിക്കറിയാൻ പറ്റാ ആരോട് ഇന്ന് ഭയങ്കരമായ കാര്യങ്ങളാണല്ലോ വെളിപ്പെട്ട് വരുന്നത്. നിങ്ങൾക്കെതിരെയൊക്കെ ഭയങ്കര അലർജികളാണല്ലോ ആൾക്കാർക്ക്. ഇവനെ മാത്രം കയറ്റി വിടരുത്. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ആര് പോയാലും ഇവളെ കയറ്റി വിടരുത്, ആര് പോയാലും ഇവൻ പോകരുത്. ഇന്ന് രാത്രിയിൽ ആ ദുരാത്മാവിന്റെ സ്പിരിറ്റിന്, ആ ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്പിരിറ്റിന് ഞാൻ ആത്മാവിൽ വെട്ടുക. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു പ്രൊഫറ്റിക്കൽ ദൂത് കൈമാറുകയാണ്. അല്ലിയ ഹാമാൻ ഉണ്ടാക്കിയ കഴുകുമഴം, ഹാമാനെ അത് നിനക്ക് വേണ്ടിയുള്ളതാണ്. അല്ലിയ രാജാവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു മോർദെഖായി, അല്ലെങ്കിൽ ഒരു എസ്തേറിനെയും പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചതുപോലെ ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു മേഖല ഇതിന്റെ അകത്ത് പൊക്കിവിടുകയാണ്. ഈ കഴുകുമരം ഒക്കെ ഉണ്ടാക്കി എനിക്ക് രാത്രിയിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ അകത്തോട്ട് കയറി വരുന്ന അല്ലെങ്കിൽ സ്വത്രം ഭയങ്കരമായ പ്രൊഫറ്റിക്കൽ സാധനങ്ങളാണ്. ഇന്ന് പിടിച്ചോണം കേട്ടോ. ഇന്ന് രാത്രി ഈ കഴുകുമരം ഒക്കെ ഉണ്ടാക്കിയ ഹാമാൻ എന്ത് ചെയ്തു, അവസാനം കഴുകുമരത്തിൽ തൂങ്ങേണ്ടി വന്നല്ലേ. അവിടെ വസ്തിരാജ്ഞിയെ എന്ത് ചെയ്യുന്നു, തള്ളി അല്ലെ. അവിടെ എന്ത് ചെയ്യുന്നറിയാം, ഒരു വീട്ടിലെ 2 പേരെയാ, എസ്തേറും മോർദെഖായി അല്ലെ. അവര് ഒരു കുടുംബത്തിലെ 2 പേര്. നോക്കിക്കേ, വാതിൽ കാവൽക്കാരായിരുന്ന മോർദെഖായി അല്ലെ, ഒരു സ്ഥാനത്തും വരാൻ യോഗ്യതയില്ലാത്ത എസ്തേർ. നോക്കിക്കേ, രാജാവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും, നോക്കിക്കേ, എസ്തേർ ഇപ്പുറത്തും അപ്പുറത്തും മോർദെഖായി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഹാമാന് അല്ലെ, രാജാവിന് ശേഷം അടുത്ത അധികാരത്തിൽ ഇരിക്കുന്നത് മോർദെഖായി. നോക്കിക്കേ, ഒരു കുടുംബത്തിലെ 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും കയറിയിരിക്കുക, രാജാവിന് ഇടം കൈ വലം കൈ ഇട്ടിരിക്കുക. എന്നിട്ട് ഈ സിഗ്നേറ്ററി മോതിരം,
ഈ എസ്തേറിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അതിന്റെ അകത്ത് രാജമോതിരം അല്ലെങ്കിൽ എന്താ പറയുക സിഗ്നേച്ചർ റിങ്, മലയാളത്തിൽ എന്താ എനിക്കറിയത്തില്ല, ഈ ഈ രാജാവിന്റെ രാജമോതിരം, ഈ അല്ലെ സിഗ്നേച്ചർ റിങ്, ഇത് കയ്യിലോട്ട് കൊടുത്തേക്കുക, മൊർദെഖായിയുടെ കയ്യിലോട്ട് കൊടുത്തിരിക്കുക എന്ന് പറയുന്ന പോലെ ദൈവം നിങ്ങൾ ഇതിന്റെ അകത്ത് ചിലരെയൊക്കെ സിഗ്നേച്ചർ റിങ് ആയിട്ട് എടുത്തിരിക്കുക. ഈ പറവോനൊക്കെ യോസഫിന് കൊടുത്തതുപോലെ ഞാൻ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ, നീ കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞില്ല, സിഗ്നേച്ചർ റിങ് ആയിട്ട് ദൈവം നമ്മളെ ചിലരെ ഉപയോഗിക്കാൻ പോവാം. ആളുടെ സോദരൻ മുദ്രമോതിരമായി, അതാ ആ പദം, മുദ്രമോതിരങ്ങളായി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ യൂസ് ചെയ്യാൻ പോയാൽ നിങ്ങളുടെ ഓഫീസിന്റെ അകത്തൊക്കെ നിങ്ങൾ കയറി അങ്ങ് അടിക്കുന്നു. അല്ലേ സോദരൻ, ഞാൻ പറയാം, നിങ്ങൾ കയറി അടിക്കുന്നു. കർത്താവ് ചില അധികാരങ്ങൾ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുക. എനിക്കറിയാമല്ലോ, അങ്ങനെയൊക്കെ ഇന്ന് കാര്യങ്ങൾ കേട്ട് കർത്താവ് അങ്ങ് തരിക. നിങ്ങൾ നോക്കുക, വസ്തിയെ തട്ടി ഹാമാനെ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, അപ്പുറത്തും ഇപ്പുറത്തും അല്ലയ്യ എസ്തേറിനെയും സ്തോത്രം അല്ലയ്യ മൊർദെഖായിയും കേട്ടിട്ട് എന്ത് ചെയ്യുന്നു, രാജാവിന്റെ മോതിരം അങ്ങോട്ട് കൊടുത്തിട്ട്, മുദ്രമോതിരം കൊടുത്തിട്ട് അല്ലയ്യ സ്തോത്രം അല്ലയ്യ ആ നിലയിലേക്ക് കാര്യങ്ങൾ കൈമാറ ചില സിഗ്നേച്ചർ റിങ്ങുകൾ ദൈവം നിങ്ങളുടെ മേൽ കൈമാറുക, അല്ലയ്യ ചില മുദ്രമോതിരങ്ങളായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. ആരെയൊക്കെയോ അങ്ങനെയൊക്കെ മേഖലകളിൽ കർത്താവ് കയറ്റിവിടുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ദൂതിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. നോക്കിയേ, പത്രോസിന്റെ ജീവിതത്തിൽ ആ കാരാഗ്രഹത്തിന്റെ അകത്ത് കയറി കിടക്കുക. അറിയാം, ആരെല്ലാം പുറത്തു വന്നാലും നീ പുറത്തു വരരുത്. നിന്നോട് വാദിക്കുന്ന ചില മേഖലകളുണ്ട്. ആരൊക്കെ കയറിപ്പോയ നീ ആരൊക്കെ കാറ് മേടിച്ചാലും നീ ഇന്ന് സൈക്കിളെ പോകണം. ഇങ്ങനെ വാദിക്കുന്ന, ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഇങ്ങനെ അസൂയ കൊണ്ട ചില ദുരാത്മാക്കളുടെ വ്യാപാരത ഇന്ന് രാത്രി ആത്മാവിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. ഒരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ, യോസഫിന്റെ വാക്തത്വം നടക്കുന്നിടം വരെ ഉള്ളായിരുന്നു അവർക്ക് അസൂയ. അളവിയ സ്തോത്രം, അത് നിന്നോടും എന്നോടും ഒക്കെയുള്ള അളവിയ സ്തോത്രം അസൂയയുടെ കാരണം അത് ഒരു സമയമുണ്ട് അറിയാം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അവർ അസൂയപ്പെട്ടിട്ട് ഒന്നും കാര്യം നടക്കത്തില്ല. പിന്നെ യോസഫ് വേണം തുറന്നു കൊടുക്കാൻ. അളവിയ സ്തോത്രം അളവിയ ഇന്ന് രാത്രിയിൽ അങ്ങനെയൊക്കെയുള്ള ചെയിനുകൾ ആരുടെയൊക്കെയോ കഴുത്തിൽ നിന്ന് ബ്രേക്ക് ആകുക, അങ്ങനെയൊക്കെയുള്ള ചില അടിമ മുഖങ്ങൾ ഇന്ന് രാത്രിയിൽ ഒട്ടുകയാ. നിങ്ങൾ നോക്കുകയും അളവിയ സ്തോത്രം അളവിയ ഈ സ്വപ്നം കണ്ട ഈ ദർശനമുള്ള ഈ യോസഫിനോട് സഹോദരന്മാർക്ക് എന്നൊക്കെ വിഷയങ്ങളാ അല്ലെ, എന്തോ വിഷയങ്ങളാ. 11 പേരും കൂടി വട്ടം കൂടി നിന്ന് എന്തെല്ലാം കാര്യങ്ങളെ പറയുന്ന, പിടിച്ചിടുന്നു, കൊടുക്കുന്നു, വാങ്ങുന്നു, എന്തെല്ലാം വിഷയത്തിന്റെ മനുഷ്യൻ കടന്നു അധികാരത്തിൽ പ്രാർത്ഥിക്കുക. ഞാനൊരു കാര്യം പറയാം, ഇന്ന് രാത്രി ഒരു പ്രൊഫറ്റിക്കൽ ഒരു കാര്യം പറയാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില സ്പെഷ്യലായിട്ട് തുറക്കാൻ പോവുകയാണ്. അത് എത്ര ദുരാത്മാക്കൾ അടച്ചു പൂട്ടിയാലും, എത്ര എരികോക്കാർ അടക്കുന്നു അടച്ചിട്ട് പൂട്ടിയാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കാണിന്, ഞാൻ ആദ്യം പറഞ്ഞ സെരുബാബേലേ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപ്രബലമാണ്. അത് സമഭൂമിയാകാൻ ഞാൻ ഇന്ന് രാത്രിയിൽ കൽപ്പിക്കുക. നിന്റെ മുമ്പിൽ ചിലത് ഇന്ന് രാത്രിയിൽ നിരമ്പതിനായി വരിക. നീ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. യുദ്ധം യഹോവയ്ക്കുള്ളതാ. യുദ്ധം ദൈവം ചെയ്യും. പക്ഷെ നീ ദൈവത്തിന്റെ നിയോഗത്തിനനുസരിച്ച് ചുറ്റിക്കോ, ദൈവത്തിന്റെ നിയോഗത്തിനനുസരിച്ച് കാഹളം ഒതുക്കോ, ദൈവത്തിന്റെ നിയോഗത്തിനനുസരിച്ച് ആർപ്പിട്ടോ. ഇന്ന് രാത്രിയിൽ സംഭവിക്കാത്ത വലിയ കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ പ്രൊഫറ്റിക്കലി അങ്ങനെ ഒരു കാര്യം പറയുക. അപ്പൊ ഞാനത് പറഞ്ഞതിന്റെ ആശയം, ആരൊക്കെ കയറിപ്പോയാലും നീ കയറിപ്പോവല്ലോ. അങ്ങനെ വാദിച്ച് അങ്ങനെ പല്ല് കഴിച്ച് നിൽക്കുന്ന ഹാമാൻ സ്പിരിറ്റുകളെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. ഹാമാന്മാർ ഇന്ന് രാത്രി ഉടയാൻ പോവാം. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില ഹാമാന്മാർ, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില കഴുകുമാർ ഇന്ന് രാത്രി ഒടിയാൻ പോകും. ചില മുഖങ്ങൾ ഇന്ന് രാത്രി ഒടിയാൻ പോകും. യെശയ്യാ 10:27 പുഷ്ടി നിമിത്തം മുഖം പകർന്നു പോകും. വിശാലം നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കി വെച്ചിരിക്കുന്ന കഴുകുമരം, വിശാലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ മുഖം ഇന്ന് രാത്രിയിൽ ഉരുകി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അതിന്റെ അങ്ങനെ തീരങ്ങട്ടെ. ദൈവമക്കൾക്കെതിരെ പല്ല് കടിച്ചു നിൽക്കുന്ന, ദൈവമക്കൾക്കെതിരെ അസൂയ കൊണ്ട് നിൽക്കുന്ന സകല ദുരാത്മാക്കൾ ഇന്ന് രാത്രിയിൽ ആത്മാവിനെതിരെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ.
ആത്മാവിനെ ബ്രേക്ക് ചെയ്ത് കത്തിച്ചാട്ടെ, അതിനെ ബ്രേക്ക് ചെയ്താട്ടെ, അതിനെ ബ്രേക്ക് ചെയ്താട്ടെ, ആത്മാവിൽ ബ്രേക്ക് ചെയ്താട്ടെ. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ടല്ലോ എനിക്ക് ടൈം, അല്ലെങ്കിൽ ആത്മാവിനെ ബ്രേക്ക് ചെയ്താട്ടെ. എനിക്കറിയാമല്ലോ ഇങ്ങനെയൊക്കെ മേഖലകളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അകത്ത് ഭയം കൊണ്ടിട്ട്, നിങ്ങളുടെ അകത്ത് കൊണ്ട് എന്താ പറയണ്ടേ, സ്പിരിറ്റ് ഓഫ് ഫിയർ കൊണ്ടിട്ട് ആ വിഷയത്തിലകത്തോട്ട് നിങ്ങളെ എൻ്റർ ചെയ്യിപ്പിക്കാതെ കൊണ്ട് നിങ്ങളുടെ അകത്ത് ഭയം കൊണ്ടിടുന്ന, സ്പിരിറ്റ് ഓഫ് ഫിയർ കൊണ്ടിടുന്ന ആ ഭയം വന്ന് പിന്നെ നിങ്ങൾ തിരിച്ചു പോവാം. പക്ഷെ നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയാട്ടെ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നിങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾ അതിനെ വെട്ടിയാട്ടെ. ഇന്ന് രാത്രിയിൽ ആരൊക്കെയോ ഇന്ന് രാത്രിയിൽ കാദേശ് ക്രോസ് ചെയ്യുക, ചില ബൗണ്ടറികൾ ഇന്ന് രാത്രിയിൽ ആരൊക്കെയോ ഇന്ന് രാത്രിയിൽ ആരൊക്കെയോ ഇന്ന് രാത്രി കാദേശികൾ ക്രോസ് ചെയ്യുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ചില ദൂതുകൾ ഇന്ന് രാത്രിയിൽ പ്രൊഫറ്റിക്കൽ നിങ്ങളോട് സംസാരിക്കുക. ഞാൻ ആരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുക. നിങ്ങൾ ചില മേഖലകൾ വരുമ്പോൾ നിങ്ങളുടെ അകത്ത് ഭയം കൊണ്ടിടുന്നു, നിങ്ങളുടെ അകത്ത് സ്പിരിച്വൽ ഫിയർ കൊണ്ടിടുന്നു, എന്താ പറയണ്ടേ, സ്പിരിറ്റ് ഓഫ് ഫിയർ കൊണ്ടിടുന്നു. ഈ ഭയം കാരണം നിങ്ങൾ അങ്ങോട്ട് എൻ്റർ ആകാൻ പറ്റുന്നില്ല. അത് കാരണം നിങ്ങൾ തിരിച്ച് പിന്നെ പോവാം. പക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ ആ ഭയത്തെ ശാസിച്ച് നിങ്ങൾ അതിനെ വെട്ടി നിങ്ങൾ ഇതിന് ആത്മാവിൽ ബ്രേക്ക് ചെയ്താൽ ചില കഴിവുമരങ്ങൾ ഇന്ന് രാത്രി ബ്രേക്ക് ആകും. ചിലതിനെ നിങ്ങൾ രാത്രി ക്രോസ് ചെയ്യാൻ പറ്റും. ഇന്ന് രാത്രി നിങ്ങൾ ചിലതിനെ ക്രോസ് ചെയ്യുന്ന രാത്രിയായി ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ തീർക്കുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന് ഗിൽഗാലിൽ വെച്ച് തമ്പുരാൻ ഇടപെട്ടതുപോലെ ഇന്ന് രാത്രിയിൽ ചിലരുടെ നിന്ദകൾ ഉരുണ്ടു മാറാൻ പോവാം. അതറിയാം, അവിടെ ഗിൽഗാൽ എന്ന് പറയുന്ന പദം അങ്ങനെയാ നമ്മൾ കാണുന്നത്. അത് യഹോവ എന്റെ നിന്ദയെ ഉരുട്ടി മാറ്റി, അല്ലെ, ഉരുട്ടി മാറ്റി. അതാണ് ഗിൽഗാൽ എന്നുള്ള പദം എന്ന് പറയാം. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ചിലരുടെ ലേബലുകൾ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ മാറ്റാൻ വേണ്ടി പോകുക. യാക്കോബ് ഇസ്രായേലായി മാറാൻ പോകുക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ലൂസ് ദേശം അത് ബെഥേലായി മാറാൻ വേണ്ടി പോകുക. ഹല്ലേലൂയ, ബെനോനി ബെന്യാമിനായി മാറാൻ വേണ്ടി പോകുക. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഷിമോൻ പത്രോസായി മാറാൻ വേണ്ടി പോകുക. ഹല്ലേലൂയ, ശൗൽ പൗലോസായി. ഇന്ന് അങ്ങനെയൊക്കെ എന്തോ പേരുകൾ, ലേബലുകൾ ഇന്ന് രാത്രിയിൽ ആത്മമണ്ഡലത്തിൽ മാറാൻ വേണ്ടി പോകും. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ കാണാത്ത വണ്ണം ഗിൽഗാലിൽ നിന്ന്, ആ പദം അങ്ങനെയാ, ആ നിന്ന് ഉരുട്ടി മാറ്റിയിരിക്കുക. നിന്റെ ഒരു സീസൺ കഴിഞ്ഞിരിക്കുക. ഒരു പുതിയ ലേബൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാ നിങ്ങളുടെ നെറ്റിമേൽ പതിപ്പിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. എന്റെ മെസ്സേജ് ടൈം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐ ഹാവ് 3 more minutes ahead. 3 മിനിറ്റ് കൂടെ എന്റെ മുമ്പിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. പത്രോസ് തടവറയിൽ കിടക്കുക. 1-ാം വാതിൽ തുറന്നു, 2-ാം വാതിൽ തുറന്നു. പിന്നെ നമ്മൾ കാണുന്നത് പട്ടണത്തിന്റെ വാതിൽ എന്ത് ചെയ്തു? തുറക്കുകയാണ്. ഞാൻ പറയാം, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ ചില പട്ടണങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ്, ചില പട്ടണങ്ങളുടെ ഉണർവിന് വേണ്ടിയാണ്. നിങ്ങളുടെ സീസണുകൾ ഇന്ന് രാത്രിയിൽ മുതൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞത് കൊണ്ടല്ല, അത് ആ സീസണ് ഞാൻ പറഞ്ഞതുകൊണ്ട്, ടൈമിൽ ഞാനത് പറഞ്ഞതുകൊണ്ടാണ്. ദൈവം എല്ലാ സീസണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സഭാപ്രസംഗി 3-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് എല്ലാത്തിനും ഒരു കാലമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഒരു ഭാഗം കൂടെ ഞാനൊന്ന് ഒരു 2 മിനിറ്റ് എനിക്ക് മുമ്പിലുണ്ട്. ഒരു ഭാഗം കൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ച കുർബാന, അല്ലെ, അനുഭവിക്കാൻ വേണ്ടി ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു. അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? ഹല്ലേലൂയ, സ്തോത്രം. ഈ എലിയാവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. ഈ മഴ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ചോണേ. എലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ യാഹാബിന്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ട് ഇനി മഞ്ഞും പെയ്യത്തില്ല, മഴയും പെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. സ്തോത്രം. പക്ഷെ ഈ മഴ പെയ്യാറായ സമയത്ത് എലിയാവ്, ഹല്ലേലൂയ, പർവ്വതത്തിന്റെ മുകളിൽ കയറി പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു ഭാഗം. അവിടെ ഏലിയ മുഴങ്കാലിൽ നിന്ന് 7 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. ആ പ്രാർത്ഥിക്കാൻ കയറുന്നതിന് മുമ്പ് തന്നെ മഴയുടെ മുഴക്കം ഏലിയാവ് കേട്ടു. നിങ്ങൾ കേട്ടോണേ. മഴ പെയ്തിട്ടില്ല, കൈപ്പത്തി പോലെ മേഘം മുങ്ങിയിട്ടില്ല, ബാലിക്കാരനെ അല്ലെങ്കിൽ കടലിനെ നേരെ പറഞ്ഞയച്ചിട്ടില്ല, ഇതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഈ മനുഷ്യൻ ആത്മാവിൽ സെൻസ് ചെയ്തു ഒരു വലിയ മഴയുടെ മുഴക്കം. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ സെൻസ് ചെയ്യുന്നുണ്ടോ? ദിസ് ഇസ് യുവർ ടൈം. അതിപ്പോൾ അത് ഉത്ഭവിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ പ്രാർത്ഥനാ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? പ്രാർത്ഥിക്കാൻ കയറി. ഹല്ലേലൂയ. 6 പ്രാവശ്യം എന്ത് ചെയ്യുന്നറിയാമോ? ഈ ബാലിക്കാരനെ അയച്ചു. പക്ഷേ തനിക്കറിയാം, താൻ കേട്ടതൊരു ശബ്ദമുണ്ട്. നിങ്ങൾ കേട്ടൊരു പ്രൊഫറ്റിക്കൽ വേർഡ് ഉണ്ട്. നിങ്ങൾ കേട്ടൊരു ശബ്ദമുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കണ്ടൊരു ദർശനമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ആകാശം മാറിയാലും ഭൂമി മാറിയാലും ആരും എന്തെല്ലാം നിലനിന്നാലും സ്തോത്രം, എന്റെ ദൈവം അത് നിവർത്തിപ്പാൻ ശക്തനത്രേ. എന്റെ ഏരിയാവ് ഒരു വലിയ മഴയുടെ മുഴക്കം കേട്ടു. ഈ മുഴക്കം കേട്ടോണ്ടാണ് താൻ പ്രാർത്ഥിക്കാൻ കയറിയത്. മനസ്സിലായോ?
അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. നമ്മളോടുള്ള വാക്തത്വം, നമ്മളോടുള്ള ആ മഴ നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ, നിങ്ങളുടെ കാതുകളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സീസൺ അതിപ്പോൾ ഉത്ഭവിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ അത് അറിയുന്നില്ലയോ? നിങ്ങളുടെ ലൈഫിൽ ഇത് സംഭവിക്കാൻ പോവുകയാണ്. അടുത്ത സീസണിൽ, അടുത്ത സെക്കൻഡിൽ, അടുത്ത മണിക്കൂറിൽ ഇത് ഓപ്പൺ ആകാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഇത് ഭയങ്കരമായ ഓപ്പണിങ്ങൾ ഇതിനകത്ത് രാത്രി ഞാൻ പ്രൊഫറ്റിക്കലി കൈമാറുകയാണ്. യേശുവിന്റെ ിരിക്കുന്ന ജനത്തെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അവരുടെ മേലെ എല്ലാ ബ്ലെസ്സിങ്സിനെ, എല്ലാ ഫേവറിനെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് അതങ്ങനെ അയച്ചിരിക്കുക. സ്തോത്രം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പിലോട്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സമയമായല്ലോ. പ്രൈസ് ലോർഡ്. എന്ത് ചെയ്യുന്നു? എലിയാവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ വലിയ മഴയുടെ മുഴക്കം എന്തെന്നറിയാമോ? കേട്ടു, പ്രാർത്ഥിക്കാൻ കയറി. 6 പ്രാവശ്യം കേട്ടു പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 6 പ്രാവശ്യം ബാല്യക്കാരനെ അയച്ചു. എന്നാൽ 7ാമത്തെ പ്രാവശ്യം തിരിച്ചു വരുമ്പോൾ ബാലിക്കാരൻ ഒരു സന്തോഷ വാർത്തയായിട്ട് വരുന്ന പറയാം. അല്ലെങ്കിൽ പ്രവാചക, കൈപ്പത്തി പോലെ ഒരു മേഘം ഞാൻ കാണുന്നു. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഒരു കൈപ്പത്തി പോലെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ നോക്കി അടുത്ത പദം നോക്കി, കൈപ്പത്തി പോലൊരു മേഘം കണ്ടതേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് ആകാശം ഇരുണ്ട് വലിയൊരു മഴയിലേക്ക് അത് പെട്ടെന്ന് ഇതൊരു ടൊർണോഡയായി ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ. അത് ഇന്ന് രാത്രി ഞാൻ പറയാം, ചിലത് നിങ്ങൾ ഉത്ഭവിക്കുന്നത് കാണത്തേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ, പെട്ടെന്ന് ആ ഭൂകമ്പം ഉണ്ടായതുപോലെ, ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങിയതുപോലെ പെട്ടെന്ന് ചില ഡോറുകൾ, പെട്ടെന്ന് ചില വാതിലുകൾ തുറക്കും. നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ കൈപ്പത്തി പോലൊരു സാധനം കയറി വരുന്നതായിരിക്കും. പക്ഷെ ഇവൻ ഇവിടെ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഏലിയാവ് അഹാബിനോട് പറയാ, രഥം പൂട്ടി ജസ്രീലിലേക്ക് ഓടിക്കോ, വലിയ മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ജസ്രീലിലേക്ക് ഓടിക്കോ. അങ്ങനെ കൈപ്പത്തി പോലെ കണ്ട സാധനം പെട്ടെന്ന് ജോസിപ്പാസ്റ്ററെ പെട്ടെന്ന് ഷിഫ്റ്റ് ആയി ഭയങ്കരമായ ഒരു റിവൈവൽ മോഡിലേക്ക് അത് വരാൻ പോവാം. അതിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ പ്രിയപ്പെട്ടവരെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നവരെല്ലാം കർത്താവ് വചനമാകുന്ന അപ്പം കൊണ്ട്, പ്രൊഫറ്റിക്കൽ മേഖല കൊണ്ട് കർത്താവ് നിറച്ചിരിക്കായി സ്തോത്രം ചെയ്യും. ജനത്തെ ഞാൻ ബ്ലെസ് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്നു. വി ഗിവ് ഓൾ ദ ഗ്ലോറി ആൻഡ് ഓണർ ടു യുവർ നെയിം ലോർഡ്. പ്രത്യേകിച്ച് ജോസഫ് പാസ്റ്ററിനായി, തന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. തനിക്കെതിരെ പിശാച് അഴിച്ചുവിടുന്ന സകല അറ്റാക്കുകളെ, സകല തീയമ്പുകളെ ഞങ്ങൾ ആത്മാവിൽ അതിനെ കരിച്ചു കളയുകയാണ്. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല എന്ന് തമ്മിൽ അരുളിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ ഒരു വാതിൽ അഭിഷേകത്തിന്റെ ലൈഫിൽ ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുകയാണ്. ചില ഡോറുകൾ തുറന്നു പ്രാർത്ഥിക്കുന്നു, പട്ടണങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നു, രാജ്യങ്ങൾ തുറക്കട്ടെ. ഇന്ന് രാത്രിയിൽ മൾട്ടിപ്പിൾ ഡോസുകൾ ഇന്ന് രാത്രി തുറക്കുക. I speak to open in the name of Jesus. പ്രിയപ്പെട്ടവർ, കർത്താവ് അവരുടെ വിഷയം ഏതൊക്കെയാണോ, കർത്താവ് വിശ്വസ്തനാണ്, വഴി ഒരുക്കുന്ന ദൈവമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഡോറുകൾ തുറക്കട്ടെ. യേശുവിന്റെ നാമം ചൊല്ലി ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഹല്ലേലൂയ. നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. യേശുവേ നന്ദി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ്. ഗോഡ് ബ്ലെസ്.